ഇന്നത്തെ അതിഥി തളിപ്പറമ്പിന്റെ സാമാജികൻ ശ്രീ ടി കെ ഗോവിന്ദൻ എം.എൽ.എ. എന്താണ് സാറിനോട് ചോദിക്കാനുള്ളത്? ഈ അവസാന നിമിഷം ഇങ്ങനെ ഒരു ചതി കാണിക്കേണ്ടിയിരുന്നില്ല. രാധാകൃഷ്ണൻ പാർട്ടിക്കെതിരായി ചെയ്തതിന്റെ 100-1 ഞാൻ ചെയ്തിട്ടില്ല. അതൊരു വ്യക്തി പൂജ പാർട്ടിയിൽ പാടില്ല. മാഷ കിട്ടിയ പോലെ സൗജന്യം ഒരാളും കിട്ടിയില്ല. ഞാൻ ശമ്പളം ഉപയോഗിച്ചിട്ട് 200 രൂപ വാങ്ങി തലവൻസ് വാങ്ങിയിട്ട് പഞ്ചായത്ത് ദിവസം ഉണ്ടായവനാണ്. മാഷെ കെ ശൈലജ ഒതുക്കിയതല്ലേ കാർത്തി? ബോധപൂർവം ടീച്ചർ ജയിച്ചു വരാൻ പാടില്ല. മാഷ കൺവെൻഷൻ വിളിച്ചൊരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ കഴിയുമോ? പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുടെ വാദം, ജനങ്ങളുടെ കോടതി. ജനകീയ കോടതി പ്രസിഡന്റ് ബൈ സിസോ ഹെയർ കളർ. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശ്രീ വി വേണുഗോപാൽ. വെൽക്കം സർ. ഇന്നത്തെ അതിഥി തളിപ്പറമ്പിന്റെ സാമാജികൻ ശ്രീ ടി കെ ഗോവിന്ദൻ എം.എൽ.എ. വെൽക്കം ശ്രീ ടി കെ ഗോവിന്ദൻ. ടി കെ ഗോവിന്ദൻ എം.എൽ.എ. ജീവിതം, രാഷ്ട്രീയം, ചോദ്യങ്ങളുണ്ട്. അനുവാദം വേണം. താങ്ക് യു സർ. ടി കെ ഗോവിന്ദൻ എം.എൽ.എ. വലിയ മഴക്കാലമാണ്, കാറും കോളും നിറഞ്ഞ അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ പോയ മാസങ്ങൾ അങ്ങയുടെ ജീവിതത്തിലും ഒരുപാട് കാറും കോളും, ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ച പാർട്ടി, അതിൽ നിന്ന് പുറത്തേക്ക് വരൽ, മത്സരിക്കൽ, ജയിക്കൽ, പോയ കുറച്ച് മാസങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഞാനൊരു 10-60 വർഷം പ്രവർത്തിച്ചൊരു പാർട്ടിയിൽ നിന്ന് അതെ പാർട്ടിക്കെതിരായി മത്സരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെയേറെ വിഷമം പിടിച്ച ഒരു മാനസികാവസ്ഥയാണ്. അതെനിക്ക് വളരെ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ഈ 60 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ച പാർട്ടി തികച്ചും അനീതി ചെയ്തൊരു സാഹചര്യത്തിൽ ഈ പാർട്ടിക്കെതിരായി മത്സരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ ഉപരി ഈ അനീതിക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ശക്തിയാണ് കൂടിയത്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഒരു മത്സര രംഗത്ത് വരാനിടയായത്. മാഷ് പറയുന്നു മാഷിനോട് പാർട്ടി അനീതി കാണിച്ചു, ആ നീതിയിൽ കലഹിച്ച് മാഷ് പുറത്തു വരുന്നു. മാഷ് അതിൽ ജനങ്ങളുടെ പിന്തുണയോട് അനീതിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. 60 വർഷം പ്രവർത്തിച്ച പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി ഇപ്പോൾ തെറ്റിദ്ധരുത്തലിന്റെ പാതയിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കെ വരുന്നു, അതിശക്തമായ ഭാഷയിലാണ്. അവർ ഒരു തിരുത്തലിന്റെ പാതയിലാണ്. പാർട്ടി തിരുത്തിയാൽ മാഷ് തിരികെ പോകാൻ ഏതെങ്കിലും അഭിമാന പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. പാർട്ടി തിരുത്തുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ പാർട്ടി ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന്, അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ എല്ലാം പാർട്ടി ചില പ്ലീനങ്ങൾ ചേരുകയും അങ്ങനെ പ്ലീനങ്ങൾ ചേർന്ന് ചില തിരുത്തൽ നടപടികൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം വെറും അധര വ്യായാമമായിട്ട് അധപ്പതിക്കുകയായിരുന്നു. അല്ല മാഷെ, ഇത് ഇക്കുറി അതുപോലല്ല. ഇക്കുറി ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. പോളിംഗ് ശതമാനത്തിൽ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടമായെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പാർട്ടി ഒരു വഴിക്കും പിണറായി സർക്കാർ വേറൊരു വഴിക്കുമാണെന്ന് പാർട്ടി ജനങ്ങളോട് പറയുകയല്ലേ? പക്ഷേ ഇത് ഇപ്പോൾ മാത്രമല്ല, പാർട്ടിക്ക് 35% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളത്. ഏറ്റവും ചുരുങ്ങിയ വോട്ടായിരുന്നു. ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ തിരിച്ചടിയിൽ നിന്നൊരു പാഠം പഠിക്കാൻ CPM തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്? പാർട്ടി കണ്ടെത്തിയല്ലോ. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി മുതൽ ബ്രാഞ്ച് തലം വരെ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പെശക് പറ്റി. പ്രത്യേകിച്ചും തളിപ്പറമ്പിൽ പെശക് പറ്റി, പയ്യന്നൂരിൽ പെശക് പറ്റി. ഇത് 2 പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പെശക് ആർക്കാണ് പറ്റിയത്? പാർട്ടിക്കാണല്ലോ. ആ പെശക് തിരുത്തേണ്ടത് പാർട്ടിയാണല്ലോ. ആ പാർട്ടി തിരുത്തുന്നതിന് പകരം ഇപ്പോഴും ശരി സ്വീകരിച്ച ഞങ്ങളെ പേരിലാണ് പാർട്ടി ഇപ്പൊ കുറ്റാരോപിക്കുന്നത്. അല്ല പക്ഷേ പാർട്ടി വിലയിരുത്തി, അവിടെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പാർട്ടി വിലയിരുത്തുകയാണ്. വെള്ളാപ്പള്ളി ചേർത്ത് തെറ്റാണെന്ന് വിലയിരുത്തുകയാണ്, അയ്യപ്പ സംഘം തെറ്റാണെന്ന് വിലയിരുത്തുകയാണ്. സംസ്ഥാപനം പറയല്ലേ? പക്ഷെ അങ്ങനെ സംസ്ഥാപനം പറഞ്ഞാൽ പോരല്ലോ. കാരണം തെറ്റാര് ചെയ്തു? പാർട്ടി. ശിക്ഷ ആർക്ക് കിട്ടി? ആ തെറ്റിനെ എതിർത്ത് എനിക്ക് ശിക്ഷയും കിട്ടി. അതിലെന്നെ പാർട്ടി പുറത്താക്കിയത്. തെറ്റ് പാർട്ടിക്കാണ് പറ്റിയതെന്നും ഗോവിന്ദ മാഷക്കല്ല തെറ്റ് പറ്റിയത് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട്, ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്നെ പാർട്ടിയോട് അടുപ്പിക്കാനല്ലേ അവർ നോക്കണം. അല്ല മാഷ് 60 വർഷം പ്രവർത്തിക്കുകയും അതിന്റെ കണ്ണൂർ പോലൊരു കൊടുങ്കോട്ടയിൽ, നെടുങ്കോട്ടയിൽ, നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു പക്ഷേ 60 വർഷത്തെ താങ്കളുടെ അഭയാലയം ആയിരുന്ന ഒരു പാർട്ടിയോട് താങ്കൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈഗോ ക്ലാഷ് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും എനിക്ക് പാർട്ടിയോട് ഇപ്പോൾ വിരോധമില്ലല്ലോ. പക്ഷേ പാർട്ടി എന്നോട് എടുക്കുന്ന സമീപനം എന്താ? എന്നെ അവർ പറയുന്നത് വർഗവഞ്ചകൻ എന്നാ.
ഞാൻ ചോദിച്ചു എന്താണ് വർഗവഞ്ചന, ആരാണ് വർഗവഞ്ചകൻ? പാർട്ടിയുടെ പൊതുവികാരത്തിനും പാർട്ടി തീരുമാനത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണോ വർഗവഞ്ചന, അതിനെ എതിർക്കുന്നതാണോ വർഗവഞ്ചന? ഈ ചോദ്യത്തിന് അവർ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. ജി സുധാകരൻ പറഞ്ഞത് എം വി ഗോവിന്ദനാണ് വർഗവഞ്ചകൻ, അങ്ങനെ നിലപാടുണ്ടോ? ഞാൻ എടുത്ത തീരുമാനമാണ് ശരിയായിട്ടുള്ള തീരുമാനമെന്നും ഞാൻ വർഗവഞ്ചനയല്ല കാണിച്ചത്. വർഗവഞ്ചന കാണിച്ചത് പാർട്ടി തീരുമാനത്തിന്, ജനങ്ങളുടെ വികാരത്തിന്, പാർട്ടിയിലുടനീളം ഉള്ള അഭിപ്രായത്തിന് വിരുദ്ധമായി തന്റെ വ്യക്തിപരമായ അഭിപ്രായം അടുപ്പിച്ചേൽപ്പിച്ചതാണ് യഥാർത്ഥ വർഗവഞ്ചന. അതിനിടയിൽ മാഷിന് ഒരു വധഭീഷണി വരുന്നുണ്ട്. ഈ യാത്ര അധിക നാൾ മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ളതായിരുന്നു വധഭീഷണി. ജയിലുള്ള ആൾക്കാർ നോക്കിക്കോളൂ എന്നൊക്കെയായിരുന്നു ഫോൺ കോള്. അത് മാഷ് ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ കൂടിയും അതെവിടെയാണ് അതിന്റെ സോഴ്സ്, ഉത്ഭവം എന്ന് കണ്ടെത്തി തോന്നുന്നു അല്ലേ? താങ്കൾ പറഞ്ഞ മാതിരി തന്നെ ഞാനത് ഗൗരവമായിട്ട് എടുക്കുന്നേ ഇല്ല. കാരണം ഒരു ഭയമുണ്ടോ? ഇല്ല, തീരെ ഭയമില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, മലപ്പട്ടാണ്. എല്ലാ വാർഡിലും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് മലപ്പട്ടം. ആ മലപ്പുറത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും പാർട്ടി പ്രവർത്തനം നടത്തിയതും. അതെ, ആ ജനങ്ങൾക്ക് എന്നെ അറിയാം. ആ ജനങ്ങളെ എന്നെ ആക്രമിക്കാൻ വരുമെന്ന് ഞാൻ ഒരു കാലത്തും ഞാൻ കരുതുന്നില്ല. മാഷ് കേട്ടതായിരിക്കുമെങ്കിൽ കൂടിയും കെ രാഗേഷ് ഇലക്ഷൻ സമയത്ത് പറയുന്നത് കേൾക്കാം. കുമാരനാശാന്റെ ഒരു കവിതയുണ്ട്, വണ്ടേ നീ തുലയുന്നു വിളക്കും കെടുത്തുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? വിളക്കിനെ കെടുത്താൻ വേണ്ടി, പക്ഷെ ഈ വണ്ട് ഈ വിളക്കിന് നേരെ കെടുത്താൻ വേണ്ടി വന്നാൽ ഈ വിളക്ക് കെടൂല, വണ്ട് ചിലപ്പോ തൊലഞ്ഞു പോകും. അത്രേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, ടി കെ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന നമ്മളെല്ലാം ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു പാർട്ടി നേതാവ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടന്നിട്ട് നമ്മളോട് പറയാണ്, എന്താ പറഞ്ഞേ? ഞാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടാൻ വേണ്ടി പോവുകയാണ്. 2 ദിവസം മുമ്പ് ഈ നാട്ടിലെ ജനങ്ങളോട് കോൺഗ്രസിന്റെ അഴിമതിയെക്കുറിച്ച്, വി ഡി സതീശന്റെ നുണയെക്കുറിച്ച് നാട്ടിൽ മുഴുവൻ പ്രസംഗിച്ചു നടന്ന ടി കെ ഗോവിന്ദ മാഷ് പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു സുപ്രഭാതത്തെ പറയാണ്, ഞാൻ കോൺഗ്രസിന്റെ പിന്തുണ കിട്ടിയ സ്വീകരിക്കും. പക്ഷെ കെ രാഗേഷ് പാർട്ടി പ്രവർത്തനം കൊണ്ടും പ്രായം കൊണ്ടും മാഷേക്കാൾ തീരെ എളുപ്പമുള്ള ആളാണ് എന്ന് പറയുമ്പോൾ പോലും കെ രാഗേഷ് പറയുന്നതിലൊരു ഒരു കാര്യമുണ്ട്. അങ്ങ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന ഏതാനും ദിവസങ്ങൾക്ക് മാത്രം മുമ്പ് കൺവെൻഷനിൽ 3ാം പിണറായി സർക്കാരിന്റെ വാഴ്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഇടത് സ്ഥാനത്ത് വിജയിപ്പിക്കണം എന്ന് അങ്ങ് പ്രസംഗിച്ച ആളാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ വിജയം 3ാം തവണ വരണമെന്ന് ആഗ്രഹിച്ച ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്വീകരിച്ച നിലപാട് ഒരു 3ാം ഗവൺമെന്റ് വരാൻ സഹായകരമായിട്ടുള്ളതല്ല. രണ്ടാമത് ജനങ്ങളിലാകെയുള്ള വികാരം ഇനി ഒരു 3ാം ഗവൺമെന്റ് ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. ഒരു 3ാം ഗവൺമെന്റ് ഉണ്ടായാൽ പാർട്ടി സഖാക്കളിൽ അഹങ്കാരവും ധിക്കാരവും വർദ്ധിക്കുമെന്ന് പാർട്ടിയിലെ സാമാന്യമായ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് പ്രകടിപ്പിച്ചത്. അതിനിടയാക്കിയത് ഈ പാർട്ടിയുടെ ധിക്കാരപരമായ നിലപാട് തന്നെയാണ്. ഒരു 3ാം ഗവൺമെന്റ് വേണം എന്ന ആഗ്രഹത്തിൻ്റെ, അല്ലെങ്കിൽ അത് സഫലമാക്കുന്നതിന് വേണ്ടിയിട്ടല്ല പാർട്ടി ശ്രമിച്ചത്. മറിച്ച് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് തങ്ങൾക്ക് ചുറ്റുപാടുമുള്ള തങ്ങളുടെ ആളുകളെ സ്ഥാനാർത്ഥിയായി അടിച്ചേൽപ്പിച്ച് ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിച്ചതിന്റെ ഫലമാണ് ഞാൻ എതിർക്കാനിടയായി. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മാത്രം സംഭവിച്ച കാര്യമല്ല. ഇപ്പം മാഷ് പറയുന്ന ജനങ്ങൾക്കുള്ള ആ സർക്കാരിനുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് ദീർഘനാളത്തെ പല പ്രവർത്തനങ്ങൾ കൾമിനേഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒന്നാണല്ലോ. ആ കൾമിനേഷൻ ഉണ്ടാവുന്ന സമയത്താണ് മാഷ് ആ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് 3ാം പിണറായി സർക്കാരിന്റെ വരവിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നത്. അങ്ങേക്ക് സ്ഥാനാർത്ഥം കിട്ടാത്തപ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പാളി എന്നുള്ള അങ്ങ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുണ്ടോ? 3ാമതൊരു ഗവൺമെന്റ് വന്നാൽ ഉണ്ടാകുന്ന അപകടം പ്രധാനപ്പെട്ട ചില സാഹിത്യകാരന്മാർ, നമ്മുടെ സച്ചിദാനന്ദ മാഷെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്താവുമ്പോഴേക്കും പാർട്ടി എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ തീരുമാനമാണ്. അല്ല, സച്ചിമാഷ് പറയുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ പശ്ചാത്തലത്തിലല്ല. അല്ല, അതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പലയാവർത്തി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ തുടർച്ചയായിട്ട് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അധികാരം ദുഷിപ്പിക്കും. ഇതാണ് അതിൽ പറഞ്ഞതിന്റെ വികാരം. അല്ല, സച്ചിമാഷ് അത് പറയുമ്പോഴും മാഷ് അടിയുറച്ച പാർട്ടി കേഡറാണ്. ഞാൻ അപ്പോഴും ഗവൺമെന്റിന് വേണ്ടിയും പിണറായി ഗവൺമെന്റിന് വേണ്ടി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ പാർട്ടി ആകെ അത്തരം നിലപാടിലേക്കല്ല നീങ്ങിയത്. പാർട്ടി സങ്കുചിതമായ താല്പര്യം, വ്യക്തി താല്പര്യം ഇതെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. 3ാം ഗവൺമെന്റ് വരണം എന്നുള്ള താല്പര്യത്തിലല്ല പാർട്ടി നേതൃത്വം പിന്നീട് നീങ്ങിയത്. തങ്ങളുടെ കുറെ ആളുകളെ, പാർശ്വവർത്തികളെ സ്ഥാനാർത്ഥികളാക്കി ജയിപ്പിച്ചെടുക്കുക എന്നുള്ള പ്ലാനായിരുന്നു. അതിലാണ് ഞാൻ എതിർക്കുന്നത്. ഒരുപാട് മുൻപേ അല്ലാത്ത ഒരു വീഡിയോയുടെ മാഷ് കാണാം. സുധാകരനോട് പറഞ്ഞേക്ക്,
ഇങ്ങോട്ട് വരേണ്ട പല്ല് എന്താ പറയുക, ഇപ്പൊ പല്ലുകൊണ്ട് മോണയോട് കടിക്കുന്നതാണ്, പല്ലോണ്ട് കടിച്ചിട്ട് ഇപ്പൊ നമുക്ക് കണ്ടല്ലോ. നല്ല ദവട്ട പല്ല് വെച്ച് നടക്കുന്ന ഘട്ടത്തിൽ ഇവന്റെ കടി നമുക്ക് കണ്ടതാ. മാളത്തിലൊടിക്കും വീരുവ. തൽക്കാലം നിങ്ങൾ ഗൂണ്ടകളെ കൊണ്ടുവന്നിട്ടുണ്ട്, കുറെ ഗൂണ്ടകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഗൂണ്ടകൾ എങ്ങനെയാ പോയെ? മാലപ്പട്ടത്തിന് നല്ല രുചി അറിഞ്ഞിട്ടുണ്ടെന്നാ ഞാൻ കേട്ട. രണ്ടാമത്തെ കാര്യം ഒന്നും കൂടി ആവർത്തിച്ച് പറയുന്നത് ഭീഷണി വേണ്ട. അതിന് ഈ നാടിനോട് സമാധാനം പറയും. ഈ നാട് നിങ്ങളോട് സമാധാനം പറയിപ്പിക്കും. ഈ മലപ്പട്ടത്തെ എന്തിനാണ് അപമാനിച്ചത് എന്ന കാര്യത്തിൽ നാടിനെ എന്തിനാണ് അപമാനിച്ചത്, ഈ നാട്ടുകാരെ എന്തിനാണ് അപമാനിച്ചത് എന്നതിന് നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും ഈ നാട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അത് മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം തകർക്കുമ്പോൾ ബന്ധപ്പെട്ട സംഭവത്തിൽ അങ്ങ് കെ സുധാകരനെ വെല്ലുവിളിച്ച് പ്രസംഗിക്കുന്നതാണ്. അധിക നാൾ മുമ്പുള്ളതല്ല. അപ്പൊ ഇതൊക്കെ കിടക്കുന്നുണ്ട്, പാർട്ടിക്കാരുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇതിനേക്കാൾ വലിയ സാഹചര്യത്തിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ നിലപാട് മാറ്റേണ്ടി വന്നു. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ CPM-ന്റെ അകത്ത് എത്ര ആളുകൾ CPM വിട്ടുപോയി? എത്ര ആളുകൾ വിട്ടുപോയി? CPM-നകത്തേക്ക് മറ്റു പാർട്ടിയിൽ എത്ര ആളുകൾ വന്നു? അത്ര നോർമലൈസ് ആക്കാനായോ കേരളത്തിന്റെ രാഷ്ട്രീയം? അല്ല, സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ ആരാണ് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? ഞാൻ പറയും അത് CPM ആണെന്ന്. ഇപ്പോ ഞാൻ പാർട്ടി വിട്ടപ്പോ എന്നെ വർഗവഞ്ചകനാണെന്നൊക്കെയാണല്ലോ ആക്ഷേപിച്ചത്. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ അവർ എടുത്തു കാണിക്കുന്നുണ്ട്. പക്ഷേ CPM ചെയ്തത് എന്താ? നമ്മളെ സഖാക്കളെ കൊല്ലുന്നതിന്, ഒരുപാട് സഖാക്കളെ ആക്രമിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കണ്ണൂർ ജില്ലയിൽ ഗോളടിക്കുമ്പോല അപ്പുറത്തൊന്ന് ഇപ്പുറത്തൊന്ന്. ആ ഘട്ടത്തിൽ അതിന് നേതൃത്വം കൊടുത്ത RSSന്റെ നേതാവ് പിന്നീട് പാർട്ടി ഓഫീസിൽ ഇതേപോലെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തത്. അല്ല, മാഷൊന്നും പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലുണ്ട്. ഉള്ളവരെ സ്വീകരിച്ചല്ലോ. അവരെ സ്വീകരിച്ചപ്പോ RSS അവരെ തടയാനോ അവരെ ഭീഷണിപ്പെടുത്താനോ തയ്യാറായിട്ടില്ലല്ലോ. അവരെ പോയിക്കോട്ടെ. KV തോമസ് മാഷ് എന്ത് ചെയ്തു? അദ്ദേഹം നിലപാട് പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ കേന്ദ്രമന്ത്രി വരെ ആയ ആളാണ്. അദ്ദേഹം പോയപ്പോ കേന്ദ്ര മന്ത്രിസ്ഥാനം നൽകി, ക്യാബിനറ്റ് റാങ്ക് നൽകിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി. അല്ല, ഞാൻ പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 15 വയസ്സ് മുതൽ ഈ പ്രത്യയശാസ്ത്രം തുടങ്ങി അതിൽ കൂടി വളർന്നു വന്ന് ഈ ഇത്രയും ദീർഘവർഷങ്ങളിൽ എന്താണ് ആ പാർട്ടിയിൽ പ്രവർത്തിച്ച മാഷ് KV തോമസുമായിട്ട് സ്വയം വിക്കറ്റ് ചെയ്യാൻ പാടുണ്ടോ? കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ കേന്ദ്രമന്ത്രി വരെ അയാൾ കോൺഗ്രസ് വിട്ട് വന്നപ്പോ CPM അയാൾ സ്വീകരിച്ചല്ലോ. CPM രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും ഒരു വ്യത്യാസവും ഇല്ലാന്നാണ് പറയുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. അപ്പൊ നിലപാട് സ്വീകരിക്കും, നിലപാട് വരും. ആ നിലപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം, കോൺഗ്രസിന്റെ പിന്തുണ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞാൻ മാത്രമാണ് കോൺഗ്രസിന്റെ പിന്തുണ മേടിച്ചത്. കോൺഗ്രസിന്റെ പിന്തുണ ആദ്യമായും മേടിച്ചിട്ടുള്ളത് CPM നമ്മളെ പാർട്ടിയുടെ ആളുകളാണ്. ഞാൻ പാർട്ടിയിലുള്ളപ്പോൾ തന്നെ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആശയപരമായി കോൺഗ്രസുമായി ചേരുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും കഴിയില്ല TK ഗോവിന്ദൻ ഏതാണ് ഈ പ്രശ്നത്തിന് മുമ്പ് വരെ. അങ്ങനെ ഞാൻ പറയുന്നത് മലപ്പുറത്തെ ഗാന്ധി സ്തൂപം തകർത്തപ്പെട്ട മാത്രം പ്രശ്നം, ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസ് പ്രശ്നം, ഒരു തരത്തിൽ ചേർന്നു പോകാൻ കഴിയാത്ത ഒരു കൂട്ടരുടെ വോട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ വാങ്ങേണ്ടി വന്നു എന്നത് എപ്പോഴെങ്കിലും ഉള്ളിൽ ഒരു കുറ്റബോധത്തിന്റെ നെരിപ്പോടെ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ കുറ്റബോധത്തിലില്ല. കാരണം കോൺഗ്രസുമായിട്ട് യോജിക്കാതെ അല്ലെ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങുന്നത് മഹാ അപരാധമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇല്ല, നേരത്തെയും ഞാൻ ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർട്ടിക്കകത്ത് തന്നെ ഞാൻ പലപ്പോഴും ഈ പൊളിറ്റിക്കൽ റിപ്പോർട്ടിന്റെ മേലൊക്കെ ചർച്ച ചെയ്യുന്ന സന്ദർഭം ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, അന്ധമായ കോൺഗ്രസ് വിരോധം CPM വെച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം കോൺഗ്രസിനും വെച്ച് പുലർത്താൻ കഴിയില്ല. ഞാൻ അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ബംഗാളിന്റെ അനുഭവമുണ്ട്. ബംഗാളിന്റെ അനുഭവം ഉണ്ടായ എന്താണെന്ന് വെച്ചാൽ വലിയ CPM കോൺഗ്രസ് സംഘർഷം അത് ബംഗാളിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടിരുന്നു ബംഗാളിൽ സിദ്ധാർത്ഥ ശങ്കരയുടെ കാലത്ത്. അങ്ങനെ ശത്രുതയിൽ കഴിഞ്ഞ ബംഗാളിൽ അവസാനം CPM അധികാരത്തിൽ വന്നു. അധികാരത്തിന് പിന്നീട് 35 വർഷത്തിന് അധികാരത്തിന് പോയ സന്ദർഭത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നത് CPM ആഫീസ് പോലും പിടിച്ചെടുക്കുന്ന ഒരു ശക്തിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പിന്നീട് അവിടെ CPM-ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കോൺഗ്രസുമായി ചേരേണ്ടി വന്നു. ബംഗാളിൽ കോൺഗ്രസും CPM ചേർന്നില്ല തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. പക്ഷെ അപ്പോഴേക്കും എന്തായിരിക്കുന്നു? കോൺഗ്രസും തകർന്നിരിക്കുന്നു, CPM തകർന്നിരിക്കുന്നു. രണ്ടുപേരും യോജിച്ചിട്ടും അവിടെ ഫലം ഉണ്ടായില്ല. അല്ല, ബംഗാളിൽ നമ്മുടെ MP ഗോവിന്ദൻ എപ്പോഴും പറയുന്നത് മൂർത്തമായ സാഹചര്യം അതായിരുന്നു. ഇപ്പൊ കേരളത്തിൽ തൽക്കാലം ആ സാഹചര്യം തൽക്കാലം LDF UDF ആണ് ശത്രുക്കൾ. അതല്ലാതെ ഇവിടെ കൈകോർക്കുക എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന BJP പോട്ടെ, വേറെ കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാഷിന്റെ വിജയം, CPM-ൽ നിന്നും ഇറങ്ങി വന്ന് TK ഗോവിന്ദൻ മത്സരിച്ച TK ഗോവിന്ദന്റെ വിജയമാണോ അതത് പൂർണ്ണമായും UDF-ന്റെ വിജയമാണോ? അല്ല, UDF-ന്റെ മാത്രം വിജയമായിട്ട് പറയാൻ പറ്റില്ല. കാരണം UDF-ന്റെ വോട്ട് കൊണ്ട് മാത്രം തളിപ്പറമ്പിൽ ജയിക്കാൻ വേണ്ടി കഴിയില്ല. അവിടെ എനിക്ക് വ്യക്തിപരമായി വോട്ട് കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. ആ വോട്ട് ഞാൻ ഈ പറഞ്ഞ പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ പാർട്ടി സഖാക്കളിൽ ഉണ്ടാകുന്ന അസംതൃപ്തിയുണ്ട്.
ആ അസംതൃപ്തിരായിട്ടുള്ള സഖാക്കൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനെടുത്ത നിലപാട് ശരിയാണെന്ന് പറഞ്ഞിട്ട് എന്നോടൊപ്പം ഉണ്ടാവാം. നിരവധി ആളുകൾ പക്ഷേ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടി വിജയിക്കും. അന്ന് മാഷ് പാർട്ടിക്കുള്ളിലുണ്ട്. പാർട്ടി അടിയുറച്ച് വിജയിക്കുമെന്ന് പറഞ്ഞിരുന്ന 74 സീറ്റുകളിൽ തളിപ്പറമ്പ് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം 2021 തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഇടതാനുകൂല ഭരണാനുകൂല തരംഗം കേരളമൊട്ടാകെ ആഞ്ഞു വീശ തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 50,100 വോട്ടുകൾക്കാണ്. കെ ശൈലജ മട്ടന്നൂരിൽ 60,000 വോട്ടുകൾക്ക്, പയ്യന്നൂരിൽ 50,000 വോട്ട്, കല്യാശ്ശേരി 50,000 വോട്ട്, അഴീക്കോട് തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്നും ഈ തളിപ്പറമ്പ് ഇതിന് ഒത്തു നടക്കുന്ന തളിപ്പറമ്പിൽ MP ഗോവിന്ദൻ താങ്കളന്ന് അന്ന് പാർട്ടിയുടെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ തെരഞ്ഞെടുപ്പിൽ ചുമതല അടക്കം വഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് തളിപ്പറമ്പിൽ എത്ര വോട്ടാണ് MP ഗോവിന്ദൻ? 24,000 വോട്ടിനാണ്. നാണംകെട്ട വിജയമായിരുന്നു. അന്നേ തളിപ്പറമ്പ് ഇളകി തുടങ്ങിയതാണ്. അതിൽ അന്ന് ഗോവിന്ദ മാഷയുടെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടി അണികളിൽ വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജെയിംസ് മാത്യു അവിടെ 40,000-ലേറെ വോട്ടിനാണ് അവിടെ ജയിച്ചത് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം കുറഞ്ഞു വന്നു. പിന്നെ ഗോവിന്ദ മാഷാകുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞു. അതിന് പ്രധാന കാരണം സ്ഥാനാർത്ഥി തന്നെയാണ്. ജെയിംസ് മാത്യുവിന് ഉണ്ടായിട്ടുള്ള ഒരു ജനകീയതയും ജെയിംസ് മാത്യു ജനങ്ങളോട് ഇടപഴകുന്നത് പോലെ പെരുമാറുന്നത് പോലുള്ള ഒരു പെരുമാറ്റമല്ല മാഷ ഭാഗത്ത് ഉണ്ടാകുന്നത്. അല്ല, ഞാൻ പറഞ്ഞു പിഴവാണെങ്കിലും പാർട്ടിയുടെ പിഴവാണെങ്കിലും എന്താണെങ്കിലും എന്റെ ചോദ്യം ഈ പറഞ്ഞ പയ്യന്നൂര് പോലെ പാർട്ടിയുടെ ഇളകാത്ത കൊടുങ്കോട്ടെ ആയിരുന്നില്ല തളിപ്പറമ്പിൽ ടി ഗോവിന്ദൻ മത്സരിക്കുമ്പോൾ. അതിന് കാരണം എന്താണ്? പോയ തെരഞ്ഞെടുപ്പിൽ MP ഗോവിന്ദൻ അങ്ങനെ കഷ്ടിച്ച് വിജയിക്കുകയും അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ 8,800 വോട്ടിന് ലീഡ് അവിടെ പിടിച്ച സ്ഥലമാണ്, ഇളകിയ സ്ഥലമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ പാർട്ടി കോട്ടകൾ ഇളകിയിരുന്നു ടി ഗോവിന്ദൻ വരുന്നതിന് മുമ്പ് തന്നെ. പക്ഷേ സുധാകരന് വോട്ട് ചെയ്ത ജനത ആ ഒരു ജനതയല്ല. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ട് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണെന്ന് വിചാരിച്ചാൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷം പാർലമെന്റ് പോയതുകൊണ്ട് വലിയ കാര്യമില്ല, CPM പോയതുകൊണ്ട് കാര്യമില്ല. അവിടെ ഗവൺമെന്റ് രൂപീകരിക്കാനും മറ്റുമായിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ആ ഒരു വികാരം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വികാരം ഉയർന്നു വന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആളുകൾ ആ സന്ദർഭത്തിൽ ലോകസഭയിൽ കോൺഗ്രസിന് അനുകൂലമായി ഉറപ്പായും പാറ്റേൺ വേറെയാണ്. പക്ഷെ ഞാൻ ചേർത്ത് വായിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 2021 ഇടതു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ പോലും തളിപ്പറമ്പ് പോലൊരു പാർട്ടി കോട്ടയിൽ കേവലം 20,000 എന്ന് പറഞ്ഞാൽ പയ്യന്നൂർ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് 50,000 വോട്ട് നേടുമ്പോൾ പാർട്ടി സെക്രട്ടറി എത്ര നേടുന്നേ? ഈ പറയുന്ന 24,600 അത്രയും ചെറിയ വോട്ടുകൾക്ക് അപ്പൊ തന്നെ ഇളകി. പാർലമെന്റിലേക്ക് എത്തിയപ്പോഴേക്കും 8,800 ഈ പറയുന്ന ലീഡ് പിടിക്കുന്നു കെ സുധാകരൻ. എന്റെ ചോദ്യം, ടി.കെ. ഗോവിന്ദൻ ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ തളിപ്പറമ്പ് ഇളകി തുടങ്ങിയിരുന്നു. അതല്ലാതെ പാർട്ടിയുടെ ഉറച്ച കോട്ട ടി.കെ. ഗോവിന്ദൻ ഇറങ്ങി വന്നതിലൂടെ പിടിച്ചു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഇളകുന്ന ഒരു മണ്ഡലമല്ല തളിപ്പറമ്പ്. എന്താ കാരണം അറിയോ? തളിപ്പറമ്പിൽ അങ്ങനെ ഇളകുന്ന അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടാതെ തെരഞ്ഞെടുപ്പ്, ഒറ്റ സീറ്റ് മാത്രം നമുക്ക് അവിടെ അന്ന് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ ഒരു സാഹചര്യത്തിൽ പയ്യന്നൂരും തളിപ്പറമ്പിലും എല്ലാം തന്നെ വോട്ടിൽ കുത്തനെ ഇടിവുണ്ടായിട്ടുണ്ട്. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 35% വോട്ടേ കേരളത്തിൽ മൊത്തം കിട്ടിയിട്ടുള്ളൂ. അല്ല, അതിനു മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP ഗോവിന്ദൻ അത്രയും നാണം കെട്ട് ജയിക്കുമ്പോൾ ടി.കെ. ഗോവിന്ദൻ അവരുടെ സംഘടനാ മെഷീനിൽ നിർണായക പങ്കുവഹിക്കുകയാണ്. അന്ന് ടി.കെ. ഗോവിന്ദനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 22,000 വോട്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഗോവിന്ദ മാഷക്ക് കിട്ടിയ വോട്ട് ചെറിയ വോട്ടിൽ, അതായത് 92,000 93,000 വോട്ട് ഗോവിന്ദ മാഷക്ക് ഉണ്ട്. അന്ന് 93,000 വോട്ട് ശരിയാണ് ഗോവിന്ദ മാഷക്കുണ്ട്. അത് മാക്സിമം വോട്ട് തന്നെയാണ് അടുത്തത്. കല്യാശ്ശേരിയിൽ 50,000 വോട്ട് പിടിക്കുന്ന സ്ഥലത്താണ് 24,000 വോട്ട്. അതെ, 90,000 വോട്ട് അവർക്ക് അന്ന് ഗോവിന്ദ മാഷക്കുണ്ട്. ഗോവിന്ദ മാഷക്ക് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏറ്റവും വലിയ വോട്ട് തന്നെയാണ്. അതേ അവസരം അവിടെ എന്തുണ്ടായി? UDFന്റെ സ്ഥാനാർത്ഥി അവിടെ വന്നപ്പോൾ UDFന്റെ വോട്ടും നല്ല തോതിൽ വർദ്ധിച്ചു. പക്ഷേ അവിടെയാണ് പോയിന്റ്. അതായത് VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നു. സ്ഥാനാർത്ഥി MP ഗോവിന്ദനോട് ശക്തമായ മത്സരം എന്ന് പറഞ്ഞാൽ MP ഗോവിന്ദൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി രാഷ്ട്രീയ പോരാട്ടം നേരിട്ടൊരു മത്സരം എന്ന് പറഞ്ഞു എന്നാണ് എന്റെ അറിവ്. VP അബ്ദുൾ റഷീദ് അവിടെ നിൽക്കുന്നു. 5 വർഷം VP അബ്ദുൾ റഷീദ് ആ മണ്ഡലത്തിൽ അടിയുറച്ച് നിൽക്കുകയാണ്. 40ഓളം സമരങ്ങൾ, റോഡുമായി ബന്ധപ്പെട്ട 10-40ഓളം ജനകീയ സമരങ്ങൾ അവിടെ സംഘടിപ്പിക്കുകയാണ്. അവിടെ ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാവുകയാണ്. ഈ പറയുന്ന കല്യാണം, ചാക്കാല, ഈ പറയുന്ന +1 +2 വിദ്യ അനുമോദനത്തിന് വീട്ടിൽ പോയി പൈസ കൊടുക്കൽ, തളിപ്പറമ്പിൽ തീപിടുത്തമുണ്ടായി. അവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ അബ്ദുൾ റഷീദ് അവിടെ ഉണ്ട്. VP അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 5 വർഷം കൊണ്ട് കളിച്ച കഠിനാധ്വാനം ഏറ്റവും കൂടുതൽ കുറച്ച് ദിവസങ്ങൾ ടി.കെ. ഗോവിന്ദൻ അതിന്റെ ഫലം കൊണ്ടുപോയി എന്ന് പറഞ്ഞാലോ? ആ പറയുന്നതിൽ ശരിയില്ല. എന്തുകൊണ്ടറിയോ? അത് എന്തുകൊണ്ടാണ് ശരിയല്ല പറയുന്നത് വെച്ചാൽ അബ്ദുൾ റഷീദ് അവിടെ ഉള്ള ഒരാളാണ്. ആ നിലയിൽ അബ്ദുൾ റഷീദിന് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണ് അവിടെ ഉള്ള ആൾ എന്നുള്ള നിലക്ക്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിയാലേ കാണാം. അതിൽ പിന്നെ പരിയാരം പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്താണ്. പരിയാരം പഞ്ചായത്ത്. ആ പരിയാരം പഞ്ചായത്തിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പാണ് കൂട്ടുമ്പോൾ ഒരു ഈക്വലായി കിട്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് പ്രതീക്ഷിച്ചത്. അവിടെ 1,600 വോട്ട് കൂടുതൽ കിട്ടി.
ഈ കുറുമാത്തൂർ എന്ന് പറഞ്ഞൊരു പഞ്ചായത്തുണ്ട്. ഈ കുറുമാത്തൂർ പഞ്ചായത്ത് ഇതേമാതിരി LDF ആണ്, ഇപ്പോഴും LDF ആണ്, പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള കേന്ദ്രമാണ്. അവിടെ 2700 വോട്ട് എനിക്ക് കൂടുതൽ കിട്ടി. 2700 വോട്ട്, അത് പാർട്ടി വോട്ടാണ്. ഇപ്പൊ തളിപ്പറമ്പ്, ചപ്പാരപ്പട പോലെയുള്ള അവിടുത്തെ ലീഗിന്റെ ഉറച്ച കോട്ടകളുണ്ട്. ഉണ്ട്, അവിടെയും പറയാം. ഞാൻ പയ്യന്നൂര് പോലോ ധർമ്മടം ചുറ്റുമുള്ള സ്ഥലങ്ങൾ പോലെയല്ല. തളിപ്പറമ്പ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഈക്വൽ എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമാണ്. അതായത് പറയുന്നത് ഈ 2 പഞ്ചായത്ത് മാത്രമല്ല, ചപ്പാരപ്പട പഞ്ചായത്ത് UDFന്റെ പഞ്ചായത്ത്. അതെ, UDFന്റെ പഞ്ചായത്തിൽ UDFന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം തവണ കിട്ടിയിട്ടുണ്ട്. തളിപ്പുറം മുനിസിപ്പാലിറ്റി UDFന്റെ ശക്തി കേന്ദ്രമാണ്. അതെ, അവിടെ സാധാരണ 7500-8000 വോട്ടാണ് UDFന് കൂടുതൽ. അത് ഇപ്പുറത്ത് ആന്തൂർ എത്തുമ്പോഴേക്ക് ഈക്വലൈസ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ LDFന് കിട്ടും. അതെ, മുനിസിപ്പാലിറ്റി വോട്ടും കൂടെ കഴിഞ്ഞാൽ 4-5000 വോട്ട്, 5-6,000 വോട്ട് കൂടുതൽ ഇവിടെ ആന്തൂർ എണ്ണുമ്പോഴേക്ക് കിട്ടും. പക്ഷെ ആന്തൂർ മറിക്കാൻ മാഷ് കഴിഞ്ഞില്ല. കഴിഞ്ഞു, അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 11,500 വോട്ട് ആയി, 8,000 വോട്ടിൽ വർദ്ധിച്ചു. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ സാധാരണ സ്ഥിതിക്ക് 13,000-ഓളം വോട്ട് പോയി മാഷക്ക് തന്നെ കിട്ടിയിരിക്കും. ഇത്തവണ ഈ വർദ്ധിച്ച വോട്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 15,000 വോട്ട് അവിടെ കിട്ടേണ്ടതാണ്. നമ്മളൊരു 12,000 വോട്ട്, 13,000 വോട്ട് ഗോവിന്ദ മാഷ് കിട്ടിയ വോട്ട് കിട്ടും എന്ന്, കാരണം അവിടെയുള്ള സ്ഥാനാർത്ഥിയാണ്, അവിടെയുള്ള സ്ഥാനം. അപ്പൊ അങ്ങനെ പക്ഷെ അവിടെ കിട്ടിയത് എത്രയാണെന്ന് ചോദിച്ചാൽ 9,000 വോട്ടാണ്. ഒരു 5,000 വോട്ടിന്റെ കുറവെങ്കിലും അവിടെ ഉണ്ടായി. മാഷ് പുറത്തേക്ക് ഇറങ്ങി വന്ന് മാഷ് ഒരു കാരണത്തിനും റീസണിന് വേണ്ടി മാഷ് മത്സരിക്കാൻ തീരുമാനിക്കുകയാണ്. മാഷ് ആ പാർട്ടിയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് VP അബ്ദുൾ റഷീദ് അവിടെ നടന്ന പ്രവർത്തനങ്ങൾ മാഷ്ക്ക് അറിയാതെയല്ല. 5 വർഷം യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരന്റെ ഒരു പൊളിറ്റിക്കൽ ജീവിതം മാഷ് ഫിനിഷ് ചെയ്യല്ലേ ചെയ്തത്? അതല്ല ശരി. ഇപ്പോഴും അബ്ദുൾ റഷീദാണോ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി? UDFകാർക്ക് തന്നെ ഉറച്ച വിശ്വാസമുണ്ട് UDFന് മാത്രം അവിടെ ജയിക്കാൻ കഴിയില്ല. അബ്ദുൾ റഷീദ് ജയിക്കുമായിരുന്നു. പക്ഷേ അവര് അത് വെറുതെ പറയുന്നത്. UDF അങ്ങനെ കരുതുന്നില്ല. ധർമ്മടത്ത് അപ്പുറത്ത് പോയി സാക്ഷാൽ പിണറായി വിജയനോട് മുട്ടടിപ്പിച്ചു അബ്ദുൾ റഷീദ്, എന്നിട്ടാണ് ഇവിടെ ജയിക്കാൻ പറ്റാത്തത്. അത് ഈ ഇടതുപക്ഷത്തെ വിരുദ്ധ കാറ്റിന്റെ ഒരു ഘട്ടത്തിൽ UDF അബ്ദുൾ റഷീദ് ഇടതുപക്ഷ വിരുദ്ധക്കാര് തളിപ്പറമ്പിലുണ്ട്. അല്ല, UDF കരുതുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എനിക്ക് UDF പിന്തുണ ഒന്നുണ്ടാ. ഞാൻ UDFന്റെ പിന്തുണ തേടി പോയിട്ടില്ല. ഞാനിങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ UDF നേതാക്കൾ എന്നെ വിളിക്കുകയാണ് ഇതിന്. പക്ഷെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണക്കാം. അവരുടെ റീഡിങ് എന്താണെന്ന് വിചാരിച്ചാൽ UDFന്റെ വോട്ട് കൊണ്ട് മാത്രം അവിടെ ജയിക്കാൻ കഴിയും. KC വേണുഗോപാലിനെ പോയി കണ്ടിട്ടുണ്ടോ? KC വേണുഗോപാലിനെ കണ്ടിട്ടുണ്ട്. KC വേണുഗോപാലിനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇല്ല, ഡൽഹിയിൽ പോയിട്ടില്ല, തിരുവനന്തപുരത്ത് പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. KC എന്നോട്, ഞങ്ങൾ മുമ്പേ വഴിയുള്ളവരാ. ആ നിലയ്ക്ക് എന്നെ ഞാൻ മാഷിങ്ങനെ ഉറച്ചു നിൽക്കുമോ എന്ന് ആ കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച പാർട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്ന കാര്യത്തിൽ അയാൾക്കും ആശങ്കയുണ്ടായിരുന്നു. ഉറച്ചു ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു ഇതിൽ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പ്രതിഷേധ പ്രകടിപ്പിലാണ് ലക്ഷ്യം. നിങ്ങൾ പിന്തുണച്ചാൽ, UDF പിന്തുണച്ചാൽ തീർച്ചയായിട്ടും ആ പിന്തുണ ഞാൻ സ്വീകരിക്കും. ഞാൻ പക്ഷേ UDF അവിടെ എടുത്ത പണി ചെറിയ പണിയല്ല. ഞാൻ പറഞ്ഞ VP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 5 വർഷം അവിടെ ആ നാട്ടിൽ നിന്ന് പോവാതെ, അബ്ദുൾ റഷീദിന്റെ നാട് അവിടെയല്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ 5 വർഷം പോവാതെ അവിടെ തന്നെ അതൊരു സ്ഥാനാർത്ഥി, അത് ശരിയോ തെറ്റോ, ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ പ്രധാനമാണ്, നിർണായകമാണ്. ജ്യോതികുമാർ ചാമക്കാലൊക്കെ തെളിയിച്ച ആളുമാണ്. പോട്ടെ, അബ്ദുൾ റഷീദ് 5 വർഷം പ്രവർത്തിക്കൽ മാത്രമായിരുന്നില്ല. UDF സംവിധാനം എണ്ണയിട്ട് യന്ത്രം പോലെ തലപ്പുറം പ്രവർത്തിച്ചു. അതെങ്ങനെയാണ്? ഈ 9,000 പ്രവാസി വോട്ടുകൾ ചേർക്കപ്പെട്ടു. കേരളത്തിൽ ഏറ്റവും അധികം SIR വോട്ടുകൾ ചേർക്കപ്പെട്ട ഒരു മണ്ഡലം തളിപ്പറമ്പാണ്. 14,000 വോട്ട് ചേർക്കപ്പെട്ടതിൽ 21,000-ലധികം വോട്ടുകൾ UDFന്റെ വോട്ടാണ്. അത് മാസ്റ്റർ വിജയത്തിന് ഘടകമായില്ലേ? അങ്ങനെയാണെങ്കിൽ UDFന്റെ ശക്തിയുടെ വിജയമില്ല. 24,000 വോട്ട് ചേർത്തില്ല, UDF വോട്ട് തന്നെയാണ് കൂടുതൽ ചേർത്തത്. അതെ, LDFും വോട്ട് ചേർത്ത്. ഞാനാണല്ലോ വോട്ട് ചേർക്കുന്നതിന് അവിടെ നേതൃത്വം കൊടുത്തത്. LDFും വോട്ട് ചേർത്ത്. പക്ഷേ ചേർത്തതിൽ ഭൂരിപക്ഷം വോട്ട് UDF വോട്ട്. UDF എന്ന് പറഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷം വോട്ട് UDF വോട്ടാണ്. അങ്ങ് LDFന്റെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സമിതിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് UDFകാർ കഷ്ടപ്പെട്ട് വോട്ട് ചേർത്തു. 9,000 പ്രവാസി വോട്ടാണ്. ചെറിയ വോട്ടാണോ അത്? വോട്ട് ചേർത്തിട്ടുണ്ട്, LDF വോട്ട് ചേർത്തിട്ടുണ്ട്. UDF കൂടുതൽ ചേർത്തത്. ഞാൻ പറയുന്നത് VP അബ്ദുൾ റഷീദ് ജയിക്കും എന്ന് ഞാൻ പറയാനുള്ള കാരണം ആ വോട്ട് അബ്ദുൾ റഷീദ് ഉറപ്പാണ് ജയിക്കേണ്ടതാണ്. കൊയ്യം ജനാർദ്ദന് കിട്ടി 2,000 വോട്ട് അബ്ദുൾ റഷീദ് കിട്ടുന്ന വോട്ടാണ്. 1,000 വോട്ട് കിട്ടില്ല, കൊയ്യം ജനാർദ്ദൻ 1,100 വോട്ടായിട്ട്. അത്രയും വോട്ട് കൂടി അബ്ദുൾ റഷീദ് കിട്ടുന്ന വോട്ടാണ്. പക്ഷെ അത് കിട്ടിയാലും അവിടെ UDF സ്ഥാനാർത്ഥിന്റെ വോട്ട് UDFന്റെ മാത്രം പിന്തുണ കൊണ്ട് അവിടെ ജയിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ വന്നാൽ അതിനനുസരിച്ചൊരു UDF വിരോധമുള്ള ഒരു ജനതയുണ്ട് അവിടെ. അതാ ഞാൻ പറഞ്ഞ കുറുമാത്തൂർ. ഉദാഹരണം മയ്യിൽ പഞ്ചായത്ത് 600 വോട്ടാണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം. അത് വലിയ പഞ്ചായത്താ, 21 വാർഡുള്ള വലിയ പഞ്ചായത്താ. അവിടെയാണെങ്കിലോ പിന്നെ ഇവിടെ പാടിക്കുന്ന് രക്തസാക്ഷികളുടെ നാട്, കേരളം കണ്ടക്കൈ സമരത്തിൻ്റെ നാട്, റാക്കൽ എന്ന് പറയുന്ന മൊറാഴ സമര നായകന്റെ നാട്, ഇങ്ങനെയുള്ള വിപ്ലവ കേന്ദ്രമുള്ള സ്ഥലമാണ് ഈ മയ്യിൽ പഞ്ചായത്ത്. അവിടെ UDF LDF തമ്മിൽ ഉള്ള വ്യത്യാസം കേവലം 600 ചുരുങ്ങി. ഇപ്പൊ അങ്ങയുടെ നാടായ മലപ്പട്ടത്ത് പോലും ആടൂര് ഒരു കോൺഗ്രസ് സ്ഥാനത്ത് ജയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്, അത് നിലനിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ താങ്കൾ പറയുന്ന പോലെ മലപ്പട്ടം പോലെ ഉറച്ച കോട്ടയിൽ ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു. അത് ജയിച്ചിട്ടുണ്ട്. ഇളകി തുടങ്ങിയ മണ്ഡലങ്ങളാണ്. പക്ഷേ അപ്പോഴും
കഴിഞ്ഞ അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നല്ല മുൻകൈ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ശ്രീമതി ജയിച്ച തെരഞ്ഞെടുപ്പിലായാലും തോറ്റ തെരഞ്ഞെടുപ്പിലായാലും മലപ്പട്ടത്തെ വോട്ടിൽ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. ഇത്തവണ 600 ഉള്ളൂ. അവിടെ നോമിനേഷൻ കൊടുക്കാൻ എതിർ കൊടുക്കാൻ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാതിരിക്കുന്ന പല മണ്ഡലങ്ങളുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളുള്ള മലപ്പട്ടം പോലെ അവിടുത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തൻ കോട്ട എന്ന് വേണേൽ വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു കയറിയെങ്കിൽ ആ കോട്ട ടി.കെ. ഗോവിന്ദൻ ഇറങ്ങുന്നതിന് മുമ്പേ ഇളകി തുടങ്ങി. ഗോവിന്ദ പാർട്ടിയിലുള്ള സമയത്ത് ഇളകി തുടങ്ങി. തീർച്ചയായിട്ടും അവിടെ അടൂർ അവിടെ പിന്നെ UDF സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. അതെ, പിന്നീട് അത് നിലനിർത്താൻ അവർ കഴിഞ്ഞു. അതിൽ അവിടുത്തെ പാർട്ടിക്കാർ വീഴ്ചയുണ്ട്. അവിടെ അടൂർ ജയിച്ചതെന്ന് പറയുന്നത് ചില സ്ഥാനാർത്ഥിന്റെ പ്രശ്നം തന്നെയാണ്. അതൊന്ന് പരിഹരിക്കാൻ അവിടുത്തെ അത് ശ്രീകണ്ഠപുരം ഏരിയയിൽ പെട്ട ഒരു അല്ല മാഷ് ഇപ്പൊ പാർട്ടിയിലുണ്ട്. നക്ഷത്രത്തിനാണ് പാർട്ടിക്കാരൻ വോട്ട് ചെയ്യേണ്ടത് എന്നാണല്ലോ പാർട്ടി പ്രമാണം. പക്ഷെ സ്ഥാനാർത്ഥി നോക്കിയല്ല, അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ആ പാർട്ടി പണ്ട് ആരെ നിർത്തിയാലോ വോട്ട് ചെയ്യും എന്നുള്ള അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും മലപ്പട്ടം വലിയ മാറ്റം എല്ലായെങ്കിലും തോറ്റതാകുമ്പോൾ മലപ്പട്ടത്ത് ഈ ഒരു വാർഡ് മാത്രമാണ് തോറ്റത്. ഒരു വാർഡ് തോക്കാൻ പ്രത്യേക കാരണം ഞങ്ങൾ പരിശോധിച്ചു. ഞാൻ എനിക്ക് പാർട്ടി ചോദ്യം അവിടെ ഇല്ല. ഞാൻ തളിപ്പുറം മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് തളിപ്പുറം ബേസിലാണ്, മയ്യിലും തളിപ്പുറം ബേസിലാണ് എനിക്ക് ചുമതല. മലപ്പട്ടം കിടക്കുന്ന ശ്രീകണ്ഠ റേസിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ അവരെ ആക്ഷേപിച്ചിട്ടുണ്ട്. അത് ജയിക്കാൻ കഴിയുന്ന വാർഡാണ്. വോട്ട് ജില്ലാ പഞ്ചായത്തിൽ നമുക്ക് ഭൂരിപക്ഷമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂരിപക്ഷമുണ്ട്, ഗ്രാമപഞ്ചായത്തിൽ പിന്നെ തോറ്റിട്ടുള്ളൂ. അപ്പോ പാർട്ടി അവിടെ ഉണ്ട്. അപ്പൊ സ്ഥാനാർത്ഥികളുടെ പ്രശ്നത്തിന് മേലെ ഗ്രാമപഞ്ചായത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങൾ വരും. അതിശക്തമായ ഒരു പാർട്ടി കോട്ടയിൽ പാർട്ടിയുടെ ഏത് സ്ഥാനത്താണ് ജയിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അവിടെ കോൺഗ്രസ് ജയിച്ചായിരുന്നെങ്കിൽ എന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇളകി തുടങ്ങി എന്നുള്ളതാണ്. അല്ല, അതിൽ മാറ്റം എല്ലായ്ക്കും അതുണ്ട്. അവിടെ മാത്രമല്ല, എല്ലായിടത്തും മയ്യില് പാർട്ടി കേന്ദ്രത്തിൽ തോറ്റിട്ടുണ്ട്, കുറ്റിയാട്ടൂർ തോറ്റിട്ടുണ്ട്, കാവുമ്പായി ടി.കെ. ഗോവിന്ദൻ അടക്കമുള്ള നേതൃസ്ഥാനീയരുടെ റോള് പരാജയത്തിലുണ്ട്. അതുണ്ട്. അത് എന്റെ അല്ല, ഒരു ടി.കെ. ഗോവിന്ദന്റെ പരാജയമല്ല. അതിനെന്താ വെച്ചാൽ പാർട്ടിയിൽ സമീപകാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ പാർട്ടി നിശ്ചയിക്കുന്ന ആള് നാട്ടാക്കൊള്ളി നിർത്തിയാലും എന്ന് പറയുന്ന കാലത്ത് നിന്ന് മാറിയിട്ടുണ്ട്. കാലം മാറിയിട്ടുണ്ട്. അത് പാർട്ടി കാണണം. അത് പാർട്ടി കണ്ടിട്ടില്ല. പാർട്ടിയുടെ ആ മാറ്റത്തിന്റെ വഴിയിൽ ടി.കെ. ഗോവിന്ദനുണ്ട് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത്. അത് മാറേണ്ടി വരും. നമ്മൾ മാറേണ്ടി വരും. ഞാൻ മാറേണ്ടി വരും. എല്ലാവരും മാറേണ്ടി വരും. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോ നമ്മള് രാമകൃഷ്ണൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറല്ലേ, രാമകൃഷ്ണൻ പേരാമ്പ്രയല്ലേ മത്സരിച്ചത്? ആരാ തോൽപ്പിച്ചത്? 25 വയസ്സായ കേവലം ഒരു പെൺകുട്ടി. ഞാൻ എന്താ തീരുമാനിച്ചത്? ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയാണ് വേണ്ടത്, ഇയാളല്ല വേണ്ടതെന്ന് അല്ലേ? ഈ മാറ്റം ചെറുപ്പക്കാരുടെയിലും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റമുണ്ട്. അതൊരു അരാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷെ അത് കാണാനോ പരിഹരിക്കാനോ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. പാർട്ടി അപ്പോഴും പഴയ യാഥാസ്ഥിക നിലപാട് വെച്ച് മുമ്പോട്ട് പോവാണ്. ഈ യാഥാസ്ഥിക നിലപാട് അപ്പോഴും ആള് നിൽക്കുന്നില്ല. അതിനെ അരാഷ്ട്രീയം എന്ന് വിളിക്കണ്ട, അതൊരു കൈൻഡ് ഓഫ് രാഷ്ട്രീയമാണ്. ഇപ്പൊ CJP-യുടെ രാഷ്ട്രീയം നമ്മൾ കണ്ടു. കുട്ടികൾ ഒരു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രി രാജിവെപ്പിച്ചു. ഒന്നാമത്തെ രാഷ്ട്രീയമാണോ പറഞ്ഞത്? അത് പറയുന്ന രീതി വേറെയാണെങ്കിലും ഞാൻ മാഷ് ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. മാഷ്, ഇത് അങ്ങയുടെ ഗ്രാമമാണ്, ഇത് അങ്ങയുടെ സ്ഥലമാണ്. എന്റെ സ്വന്തം ബൂത്ത്. അങ്ങയുടെ സ്വന്തം ബൂത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നേരിട്ട് വരുന്ന ഏറ്റവും വലിയ അധിക്ഷേപമുള്ള ഒന്നാണ് കൂവലേൽക്കുക. ഒരു വലിയ രോഷം എനിക്കുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ളത് എനിക്ക് വലിയ രോഷവും സങ്കടം ഉണ്ടായ ഒരു ദൃശ്യമാണത്. അങ്ങ് അത് ഇലക്ഷൻ റിസൾട്ട് മറുപടി നൽകി. ശരി, എൻ്റെ ഒരു ഇതല്ല. അങ്ങയുടെ സ്വന്തം ഗ്രാമത്തിൽ, അങ്ങയുടെ സ്വന്തം വാർഡിൽ, അങ്ങയുടെ ഏറെ ദീർഘവർഷത്തെ പ്രവർത്തന മണ്ഡലത്തിൽ അങ്ങയെ കുറെ അധികം ആളുകൾ കൂവി വിളിക്കുമ്പോൾ നിർത്തടാ എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ് അവിടെ? അല്ല, ഞാൻ അങ്ങനെ കാണുന്നത്. അതെന്താ, ആ വാർഡിൽ എനിക്ക് വൻ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 200, അവിടെ ഒരു ഏകദേശം 230 വോട്ടിന്റെ ഭൂരിപക്ഷം എനിക്ക് ആ വാർഡിലുണ്ട്. 130 വോട്ടോ മറ്റോ ആണ്, 170 വോട്ടോ മറ്റാണ് അവിടെ LDF-ന് കിട്ടിയത്. മലപ്പട്ടം ചെറിയ സ്ഥലമാണ്, 600 വോട്ടോ മറ്റോ അത്രേ ഉള്ളൂ. പക്ഷെ അതിൽ വലിയ ഭൂരിപക്ഷം എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കൂക്കിയതിൽ പെട്ടിട്ടുള്ള ആളുകൾ പോലും അല്ല, കൂക്കുന്നതിന്റെ അതൊരു മനഃശാസ്ത്രമുണ്ട്. ഞാൻ അതിനെ അങ്ങനെ കണ്ടത്. അല്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങ് പിറന്നു വളർന്ന അങ്ങയുടെ ജന്മസ്ഥലമാണ് അല്ലേ? അവിടെ അങ്ങേ ഒരു സംഘം ആളുകൾ പോലീസിന് നടുവിൽ കൂവുമ്പോൾ ഒരാൾ പോലും, അങ്ങയുടെ ഭാര്യ അല്ലാതെ ഒരാൾ പോലും അതിനെ എതിർത്ത് സംസാരിക്കാത്ത എന്തുകൊണ്ടാണ്? അവിടെ എതിർത്തിട്ടുണ്ട്. പക്ഷേ കൂക്കലിന് ഒരു മനഃശാസ്ത്രമുണ്ട്. എന്താ മനഃശാസ്ത്രം അറിയോ? നിങ്ങളൊരു പ്രസംഗം നടക്കുന്നു. ഒരു പ്രസംഗം നടക്കുമ്പോൾ കൈയടിക്കും. ഒരു 4 ആള് കൈയടിച്ചാൽ എല്ലാവരും കൈയടിക്കും. എന്തിനാ അടിച്ചതെന്ന് ആർക്കും തിരിയില്ല.
ഇതുപോലെ കുറച്ചാളും വൈകുന്നേരമായ സമയം അതെ. മദ്യപിച്ചിട്ടും മറ്റും വന്ന് കൂക്കിയപ്പോ അതിന്റെ കൂടെ കുറെ ആൾ കൂടി. അല്ല പക്ഷെ മാഷിനെ അപ്പൊ അല്ലല്ല അത് പ്രസംഗിക്കുന്ന ഒരാളല്ലത്. അതെ 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 അത് ആ മലപ്പുറം എന്ന് പറയുന്ന പാട്ട് ഗ്രാമത്തിൽ പാർട്ടിക്കാർക്കിടയിൽ ആ വർഷം 15 വയസ്സ് മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ഈ 60 വർഷത്തോളം നീണ്ട അങ്ങയുടെ പ്രവർത്തന മണ്ഡലത്തിലാണ് ആ കൂവൽ. അവിടെ തീർച്ചയായിട്ടും ഒരാൾ പോലും അത് ശരിയല്ല, അത് മാഷാണ്, അദ്ദേഹത്തെ രാഷ്ട്രീയം അത് ശരിയല്ല ഒരാൾ പോലും അവിടെ ഉണ്ടായില്ല മാഷെ. അത് ശരിയല്ല എന്ന് അവിടുന്ന് പല ആളും പറഞ്ഞു. പക്ഷെ ഈ ഒരു മനഃശാസ്ത്രത്തിൽ ആര് പറഞ്ഞാലും കേൾക്കൂല. ആ പടം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിന്നു, ആരും കറിഞ്ഞ കേൾക്കില്ല. പാർട്ടി അത് പറഞ്ഞു കൂക്കിയ ശരിയായിട്ടില്ല എന്ന് അത് പാർട്ടി പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത്. മാഷിന്റെ അത്രയും വർഷത്തെ പ്രവർത്തന സ്ഥലത്തു നിന്ന് മാഷ് ഒരു കാരണം പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാഷിന്റെ കൂടെ എത്ര പാർട്ടിക്കാർ പുറത്തേക്ക് ഇറങ്ങി? എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണല്ലോ 600 വോട്ട് അയച്ചു. അല്ലല്ല ഞാൻ ചോദിക്കുന്നതല്ല. ഇല്ല അത് ഒരാളും വരില്ല. പാർട്ടിയിൽ നിന്നും ടി കെ ഗോവിന്ദിനൊപ്പം എത്ര പാർട്ടിക്കാർ പുറത്തേക്ക് ഇറങ്ങി? ഇല്ല പാർട്ടിക്കാരെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ പരസ്യമായി എന്റെ കൂടെ ഇല്ല ആളുണ്ട്. ആൾ എന്തുകൊണ്ടായി ഇറങ്ങാതോ ഇറക്കാനോ ഞാൻ തയ്യാറില്ല. ഈ വോട്ട് ചെയ്ത ആളെ എനിക്ക് അനുകൂലിക്കുന്നവരല്ലേ? അല്ല വോട്ട് മാത്രമല്ല അല്ല അവരെന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? അതാ പറയുന്നത്. എന്തുകൊണ്ട് ലോക്കൽ കമ്മിറ്റി മെമ്പർമാര്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി മെമ്പർമാര്, അത് ബ്രാഞ്ച് സെക്രട്ടറിമാര് ആയിട്ടുള്ള ആളുകൾ എന്നോടൊപ്പം എനിക്ക് ഞാൻ ഭാഷക്ക് വോട്ട് ചെയ്യും എന്ന് പറയുകയും അവരും എനിക്ക് വോട്ട് ചെയ്യാൻ രഹസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പരസ്യമായിട്ട് അവർ പാർട്ടിയോടൊപ്പം നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയാം? ഞാൻ പറയുന്നത് ഇപ്പൊ അത്രയും വർഷം പ്രവർത്തിക്കുന്ന, ഇപ്പൊ 5-6 വർഷമല്ല, അത്രയും വർഷം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 പേരോടെങ്കിലും ഹൃദയബന്ധം ഉണ്ടാവണ്ടേ? ആ 10 പേര് കൂടെ ഇറങ്ങി വരണം. 10 ഇല്ല ഇറങ്ങി വരില്ല. എന്തുകൊണ്ടാണ് ഇറങ്ങി വരാതെ? അവരെന്നെ സഹായിച്ചു, പക്ഷെ അവരിറങ്ങി വരില്ല. എന്തുകൊണ്ടാ? അത് ഒരു പാർട്ടിയിലേക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അതിൽ നിന്ന് ഒരാൾ പാർട്ടിയിൽ നിന്ന് വിട്ടുവന്നാൽ അവർക്ക് പല എതിർപ്പുകളും നേരിടുന്നുണ്ട്. അപ്പുറത്തെ പയ്യന്നൂർ കുഞ്ഞികൃഷ്ണ മാഷിനൊപ്പം ആൾക്കാർ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇല്ലല്ല കാരായിൽ വൈശാഖൻ എന്താണ് പിന്നെ സംഭവം? വൈശാഖൻ എന്ന് പറയുന്നത് അതൊരു വൈശാഖൻ ഒരു വലിയ പാർട്ടിക്കാരനെ അല്ല. വൈശാഖൻ ഒരു സാധാരണ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഡിവൈഎഫ് ബ്രാഞ്ച് സെക്രട്ടറി നേതാവൊന്നും അല്ല വൈശാഖൻ. ഒരു സാധാരണ ബ്രാഞ്ച് സെക്രട്ടറി, ഒരു സെക്രട്ടറി ആണ് വൈശാഖൻ. വൈശാഖൻ അവിടെ ജയിച്ചില്ല. പക്ഷേ അവിടെയും ആരും കുഞ്ഞികൃഷ്ണന്റെ കൂടെ പാർട്ടി ഇറങ്ങി വന്നില്ല. പുരുഷോത്തമന്റെ കാർ ബൈക്ക് കത്തിച്ചു, അവിടെ ഷെഡ് കത്തിച്ചു. എന്തുകൊണ്ടാണ്? അത് കുഞ്ഞികൃഷ്ണന്റെ കൂടെ നിന്നതിന്റെ വൈരാഗ്യമാണ്. ആരെയാണത്? അതിൽ പാർട്ടി റാങ്ക്സിൽ ഒരു പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറോ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറോ കുഞ്ഞികൃഷ്ണൻ ഇറങ്ങി വന്നിട്ടില്ല. പക്ഷെ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണ ഉണ്ട് അല്ലെ? ഏരിയ കമ്മിറ്റി മെമ്പർ സഹായിച്ചില്ല. അവർ കൂടെ നിന്നതിന്റെ വൈരാഗ്യമാണല്ലോ ആ തീർത്തത്. പുരുഷോത്തമനൊപ്പം കൂടെ വന്ന വൈരാഗ്യത്തിന് ഇന്നേ വരെ ആർക്കും ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി, വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും തരത്തിൽ ഒരു വൈരാഗ്യം നേരിട്ട് വന്നിട്ടില്ല. ഇല്ല, അതിൽ പല കാരണമുണ്ട്. അത് ഞാൻ അങ്ങനെ ഒരു കാരണം എന്ന് പറയുന്നത് പുരുഷോത്തമനാണ് അതിൽ ഈ കുഞ്ഞികൃഷ്ണന്റെ കൂടെ നിന്നെന്ന് പറയുന്ന ഒരാള്. പുരുഷോത്തമനെ പണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. ഈ പുരുഷോത്തമനെ തിരിച്ചെടുക്കുന്നതിൽ വലിയ തടസ്സം നിന്ന ആളാണ് ഈ മറ്റേ മധുസൂദനൻ. അതുകൊണ്ട് അവർ തമ്മിൽ നല്ല വിരോധമുണ്ട്, വ്യക്തിപരമായിട്ട് വിദ്വേഷം. അല്ല അത് മാത്രമല്ല, ഇപ്പം ശശി ഇറങ്ങി തോറ്റുപോയി. പക്ഷെ ശശി ഇറങ്ങി വന്നൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ ഇറങ്ങി വന്നു. അദ്ദേഹത്തിന് പുസ്തക പ്രകാശനം കൺവെൻഷനായി മാറിയില്ല യഥാർത്ഥത്തിൽ. പണ്ട് എം പി രാഘവൻ ഇറങ്ങി വന്നു, KR ഗൗരിയമ്മ ഇറങ്ങി വന്നു, കൂടെ ആൾക്കാർ ഇറങ്ങി വന്നു, ബൾക്കായി. അതാണ് ഞാൻ എൻ്റെ നിങ്ങൾ ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ ഞാൻ എടുത്തൊരു നിലപാടുണ്ട്. ഞാൻ എടുത്ത നിലപാടെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വോട്ട് ചെയ്ത ആളുകളെയൊക്കെ തന്നെ ഞാൻ മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ആഗ്രഹിക്കുന്ന ഈ CPM എന്ന് പറയുന്ന പാർട്ടി തകർന്നു പോകണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം പാർട്ടിയെ തകർക്കുന്ന ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ ചെയ്തില്ല. ഞാൻ പാർട്ടിയുടെ എന്നോട് സൗഹൃദമുള്ള നേതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ടിയെ തകർക്കാനില്ല. നിങ്ങളെടുത്ത നിലപാടിനെതിരെ പ്രതിഷേധമാണ് ഞാൻ കാണിച്ചത്. ആ പ്രതിഷേധം കാണിച്ചപ്പോൾ UDF എനിക്ക് പിന്തുണച്ചപ്പോൾ സ്വാഭാവികമായിട്ടും UDFന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു MLA ഞാൻ പ്രവർത്തിക്കുന്നു. അതേ അവസരം ഈ പാർട്ടി എൻ്റെ കൂടെ വന്ന ആളെല്ലാം പിടിച്ച് വേറൊരു പാർട്ടിയാക്കി കൺവെൻഷൻ നടത്തി ഇനിയൊരു പാർട്ടി പ്രവർത്തനത്തിന് ഞാനില്ല. എന്നെ പല പാർട്ടിക്കാരും സമീപിക്കുകയും ചെയ്തിരുന്നു. ചില പാർട്ടിക്കാർ മുഴുവൻ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇനി ഒരു പാർട്ടി പ്രവർത്തനം ഞാനില്ല. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. ആ സാഹചര്യം 5 വർഷത്തേക്കുള്ള സാഹചര്യമാണ്. അത് പിന്നീടാണ് മറ്റു കാര്യം 5 വർഷത്തേക്കും തീരുമാനിക്കേണ്ട വേറെ എന്ത് എന്നുള്ളത്. മാഷിന്റെ ഒരു മിഷൻ സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ജയിക്കുക എന്നുള്ളതല്ല, പാർട്ടിയുടെ ഈ അഹങ്കാരത്തിന്, നേതൃത്വത്തിന്റെ അഹങ്കാരത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ സാധിച്ചു എന്നുള്ള പൂർണ്ണ സംതൃപ്തിയിലാണ്. അപ്പം ഞാൻ എം പി രാഘവന്റെ കാര്യം പറഞ്ഞു, KR ഗൗരിയമ്മയുടെ കാര്യം പറഞ്ഞു. അവരൊക്കെ ഒരുപക്ഷെ കുറച്ചുകൂടി വിശാലമായ നയപ്രശ്നത്തിന്റെ പേരിൽ ഇറങ്ങി വന്നവരാണ്. TK ഗോവിന്ദന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ അതായിരുന്നില്ല. TK ഗോവിന്ദന്റെ പ്രശ്നം സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെയായിരുന്നു പ്രശ്നം. TK ഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെന്ന് മാത്രമല്ല, MP ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി എന്നതുകൊണ്ടാണ്. അത് കുറച്ച് വ്യക്തിപരമാണ്, അത് രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ. അതിലൊരു രാഷ്ട്രീയം ഉണ്ട് അതിൽ. എന്താ കാരണം? അത് ഒരു
MP ഗോവിന്ദൻ മാഷിന്റെ ഭാര്യനെ നിർത്തി എന്നുള്ളത് മാത്രമല്ല, അതിന് ഒരു പാർട്ടി സെക്രട്ടറി സ്വീകരിക്കാൻ പാടില്ല നിലപാട് സ്വീകരിച്ചു. അതെ. അത് അയാൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിലുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആകെ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രവണതയാണ്. അതായത് 3-4 തവണയായി മത്സരിച്ച ആളെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, എന്നാൽ ചില ആളെ നിർത്തുന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം മാഷ് അവിടെ ഇൻസുവിനെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിക്കുന്നെങ്കിലും മാഷ് ഇതേ സമയം സ്വീകരിക്കോടെ? ഇല്ല, ഞാൻ സ്വീകരിക്കില്ല. അത് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ സ്ഥാനാർത്ഥിയെ ഒഴിച്ച് ഈ സ്ഥാനാർത്ഥി വേറെ ആരെങ്കിലും ഈ സ്ഥാനാർത്ഥിനെ എന്തിനാണ് എതിർക്കുന്നത്? വ്യക്തിപരമാണത് അല്ല, അത് വ്യക്തിപരമായിട്ട് എനിക്ക് അവരോട് ഒരു വിരോധം, കാരണം ഞാൻ വളരെ സ്നേഹത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും എനിക്കൊരു വിരോധവും മാഷോടും ഇല്ല, ടീച്ചറോടും ഇല്ല. പക്ഷെ ഞാൻ എന്തിനു എതിർത്തു? പിന്നെ എതിർത്തു എന്ന് പറഞ്ഞത്, സാധാരണയായിട്ട് മാഷ് 3 തവണ MLA ആയി അവിടുന്ന്, 2 തവണയായി അന്നേരം പാർട്ടി ജില്ലാ സെക്രട്ടറി ആയി, മറ്റ് ആവുമ്പോൾ അയാൾ സംസ്ഥാന സെക്രട്ടറി, അന്നേരം MLA സ്ഥാനം അയാൾ ഒഴിഞ്ഞില്ല. പിന്നീട് അയാൾ വിട്ടുപോകുമ്പം തൻ്റെ ഭാര്യയെ തന്നെ അവിടെ പിടിച്ചിരുത്തണം എന്നുള്ള നിലപാട് വന്നപ്പോൾ അത് പാർട്ടിക്കകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അതായത് സ്വന്തക്കാരെയും താല്പര്യമുള്ളവരെയും കൂടെ നിർത്തി പോവുക എന്നുള്ള ഒരു താല്പര്യം പാർട്ടിയിൽ ഉടനീളം വന്നിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കിയാൽ ഉദാഹരണം ഞാൻ പറയാം, ഷംസീറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ലല്ലോ. കണ്ണൂർ ജില്ല പോലുള്ള ജില്ലയിൽ വലിയ ന്യൂനപക്ഷ താല്പര്യമൊക്കെ നമ്മൾ പറയുന്നവരാണ്. ആ ജില്ലയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ CPM-ന് കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാനത് ചോദ്യം ചെയ്തതാണ്. മറ്റു പലർക്കും കൊടുത്തല്ലോ, എന്തേ കൊടുക്കാതിരുന്നത്? പറയുന്നതാണ് ഇപ്പൊ മുസ്ലിം സ്ഥാനാർത്ഥി എന്നുള്ള ഒരു അടവ് നയത്തിന്റെ ഭാഗമായി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ പുറത്ത് ഒരു ഇന്നാൾ മുസ്ലിം സ്ഥാനാർത്ഥി മുസ്ലിം അങ്ങനെ നിർത്തുക പാർട്ടി എന്ന് പറയുന്നത് അല്ല, പാർട്ടി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. അല്ല, അത് അങ്ങനെയല്ല, അതൊരു സ്ട്രക്ചറാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും സ്ഥാനാർത്ഥി നിർണയം വരുമ്പം പാർട്ടിയിലേക്ക് ആളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പം എല്ലാം തന്നെ മതന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, അല്ല, അതൊരു സ്ട്രക്ചറാണ്. ഒരു സമൂഹത്തിന്റെ സ്ട്രക്ചർ ആയിരിക്കണല്ലോ. പരസ്യമായി തുറന്നു പറയാൻ പറ്റുമോ കണ്ണൂർ മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന്? ഒരു കുഴപ്പമില്ല, കാരണം ഒരു മുസ്ലിം സമുദായം ഇല്ലേ ഈ പാർട്ടിയിൽ. ആ സമുദായത്തിന് ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടാവില്ല, സ്വാഭാവികം ഉണ്ടാകുന്നല്ലേ. അല്ല, ഷംസീർ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാണ്. അല്ല, ഷംസീർ കമ്മ്യൂണിസ്റ്റ് തന്നെ, പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം കൂടിയാണല്ലോ. ഉണ്ട്. ഇതിലെന്താ കാര്യം അറിയാം? പാർട്ടി റാങ്ക്സ്, പാർട്ടി പ്രൊമോഷൻ വരുന്നു. പാർട്ടി പ്രൊമോഷൻ വരുമ്പം എന്താ പരിഗണിക്കുമ്പോൾ എന്തൊക്കെ നോക്കും? ന്യൂനപക്ഷം നോക്കും. ഇപ്പോൾ ഞാൻ ഒരുപാട് കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്. എന്നേക്കാളൊക്കെ മേലേക്ക് ഉയർന്നു പോയ പലരും ഉണ്ട്. അതിൽ ഈ പരിഗണനകളൊക്കെ പാർട്ടി കൊടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷത്തിന് നോക്കും, പട്ടികജാതി നോക്കും, സ്ത്രീ നോക്കും. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അവരെല്ലാം ഇതിനകത്ത് വേണമെന്നുള്ളതുകൊണ്ട് അവർക്കെല്ലാം ചില പരിഗണന. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പൊ അവിടെ P. ഹരീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരാളുണ്ട്. P. ഹരീന്ദ്രൻ എന്ന് പറയുന്നത് RSSമായിട്ടൊക്കെ ഒരുപാട് നേർക്കുന്ന ഒരു ഏറ്റുമുട്ടിയാണ്. അത്യാവശ്യം ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിന് അങ്ങേക്ക് കിട്ടിയ പദവികളുടെ 100 അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അങ്ങ് മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റായി, കാർഷിക വികസന ബാങ്ക് അങ്ങേക്ക് കിട്ടി, പരിയാരം മെഡിക്കൽ കോളേജിന്റെ അധ്യക്ഷനായിരുന്നു, ഹാൻവീബ് ചെയർമാനായി. അങ്ങേപ്പറ്റി ഒരാൾ പറഞ്ഞത്, അതായത് മരിക്കുന്നത് വരെ സർക്കാർ ചെലവിൽ സർക്കാർ വാഹനത്തിൽ ഭാഗ്യം കിട്ടിയ ആളാണ് TK ഗോവിന്ദൻ എന്നുള്ള അങ്ങയുടെ നാട്ടിലെ ഒരാളാണ് പറയുന്നത്. ശരിയായിരിക്കും. എന്തായാലും അങ്ങയുടെ വീട്ടിൽ 2 ഒഫീഷ്യൽ വാഹനം എപ്പോഴും ഉണ്ടാവുന്ന പറയുന്നത്. ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. അത് ഈ പറയുന്നവരോട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, എന്നെ പോലെ ഞാൻ വളർത്തിയെടുത്ത പിള്ളേരുണ്ട്, നേതാക്കന്മാരുണ്ട്, ചെറുപ്പക്കാര്. അവർ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിട്ടുണ്ട്, ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് ആ ഒരു പരിഗണനയൊന്നും എനിക്ക് പാർട്ടി നൽകിയിട്ടില്ലല്ലോ. അതാ കേഡറിലിരിക്കുന്ന നേതാവിന്റെ ഉത്തരവാദിത്തമാണ് പുതിയ കുട്ടികളെ കൊണ്ടുവരാന്നുള്ളത്. അത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ പരിഗണന കൊടുക്കുമ്പോഴും എന്നോട് ചില നേതാക്കൾ എന്നെ ചോദിച്ചു, ഞങ്ങൾ സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ വലിയ നേതാവ് എന്നെ ചോദിച്ചു, അല്ല മാഷെ, എന്തുകൊണ്ടാണ് ഈ 60 വർഷക്കാലം നിങ്ങൾ ഈ പ്രവർത്തിച്ച പാർട്ടിയായിട്ട് ഒരിക്കൽ പോലും നിങ്ങൾ എന്താണ് ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കാൻ വേണ്ടി പാർട്ടി പരിഗണിക്കാതിരുന്നത് എന്ന് ചോദിച്ച നേതാവുണ്ട് എന്നോട്. ഞാൻ ചോദിച്ചത് നിങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പറയണം. പാർലമെന്ററി വ്യാമോഹം എന്ന് പറഞ്ഞാൽ ഒരു പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത്, സ്ഥലത്ത് പാർലമെന്ററി വ്യാമം ഉണ്ടായിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. ടെർമിനോളജി പാർലമെന്ററി വ്യാമോഹം എന്നുള്ളതാണ്. അത് TK ഗോവിന്ദൻ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പും എങ്ങനെ ഇതിനേക്കാൾ 100 ഇരട്ടി വ്യാമോഹമുള്ളവരാണ് പാർട്ടിയിലുള്ള നേതൃത്വം. ഞാൻ ചോദിക്കട്ടെ, പിന്നെ എത്ര നേതാക്കന്മാർ 5ഉം 8ഉം കൊല്ലം MLA മന്ത്രിയായി നിൽക്കുന്ന നേതാക്കന്മാരുണ്ട്. 3-4 കൊല്ലം തുടർച്ചയായി മത്സരം. ഈ ഗോവിന്ദൻ മാഷ് 3 തവണ MLA ആയി. അതിനുശേഷം എന്റെ ഭാര്യ ആണെന്ന് പറയുന്നതിനേക്കാൾ വലിയ പാർലമെന്റ് വ്യാമോഹം വേറെ ഒന്നില്ല. അല്ല, പാർലമെന്ററി വ്യാമോഹം ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന പാർട്ടി നേതാക്കളിലാണ്.
ഞാൻ ഒരു ഘട്ടം വരെ അതിലൊന്നും ആഗ്രഹിച്ച ആളല്ല. പക്ഷെ ഇങ്ങനെ നിൽക്കുമ്പോഴും ഞാനല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഘട്ടം വരുമ്പം അതിനെ എതിർക്കണം. അത് പാർലമെന്ററി വ്യാമോഹമായിട്ട് ആ വ്യാമോഹം എനിക്ക് ഉണ്ടായി. അല്ലല്ല, മാഷ് അധികാരത്തിന്റെ വഴിയിൽ തന്നെയായിരുന്നു. മാഷ് മാത്രമല്ല, മാഷിന്റെ ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി, മാഷിന്റെ മരുമകൻ പ്രസിഡന്റായി, മാഷിന്റെ മരുമകൾ ഇപ്പോൾ പ്രസിഡന്റാണ്. എന്നാൽ കുടുംബത്തിന് കിട്ടുന്ന പദവികൾ CPM തരുന്ന പദവികളാണ്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് ശരിയായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ശരിയാ. പക്ഷെ നിങ്ങൾ കാണേണ്ടത് എൻ്റെ ഭാര്യ എത്രയോ കാലമായിട്ട് പാർട്ടി മെമ്പർ, മഹിളാ നേതാവും ജില്ലാ നേതാവും പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറുമാണ്. ശ്യാമളയോ? ഭാര്യ TK ശ്യാമളയോ? ശ്യാമളൊക്കെ ഞാൻ മുനിസിപ്പൽ ചെയർമാൻ 2 തവണ മുനിസിപ്പൽ ചെയർമാൻ ശാഖകളിലാക്കിയില്ലേ. എല്ലാ സ്ഥാനാർത്ഥി പ്രശ്നം തന്നെയാണ്. 3ാമത്തെ തവണ മാഷ് ഒഴിയുമ്പോൾ സ്ഥാനാർത്ഥി വേണമെന്നതിന് സ്ഥാനത്തിനെ പറ്റി മാത്രം ചിന്തിക്കുന്നത് എന്റെ ഭാര്യക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയതാകെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആയി. എന്തുകൊണ്ടായിന് വേറെ ആവാനും കഴിയാത്ത എത്രയോ ആയിരങ്ങൾ ഈ പാർട്ടിയിലുണ്ട്. അല്ല, അതേപോലെ പ്രവർത്തിക്കുന്നവരുണ്ടാവില്ല. ഞാൻ എന്റെ പോലെ പ്രവർത്തിച്ച കാലം പ്രവർത്തിച്ച ഒരാൾക്ക് ഇതുപോലുള്ള ഒരു പദവിയും കിട്ടാത്ത ഒരാളും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും പരിഗണിച്ചു. പിള്ളേരെ പരിഗണിച്ചിട്ടില്ലേ, ചെറുപ്പക്കാരെ പരിഗണിച്ചിട്ടില്ലേ, ഒക്കെ പരിഗണിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴും എന്നെ ഒരു തവണ ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ എന്നെ പരിഗണിക്കുന്ന ഒരിക്കലും ആവശ്യം. ഇത്തവണ എനിക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു നില വന്നപ്പോൾ എനിക്ക് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് പാർലമെന്റ് വ്യാമോഹമാണെങ്കിൽ അത് വ്യാഖ്യാനിച്ചോട്ടെ. പാർലമെന്റ് വ്യാമോഹം അങ്ങ് തീരുമാനം എടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഒന്ന് ഫോണിൽ വിളിച്ച് ഗോവിന്ദ മാഷ് അത് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? പിണറായിക്ക് എന്നെ വിളിച്ചു പറയും. പിണറായി കണ്ണൂരിൽ ഒന്ന് വിളിപ്പിച്ചിട്ട് പിണറായി ഒന്ന് കാണണം, ഒന്നും വേണ്ട, പിണറായി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത്. ഞാനും പിണറായിയും അത്രയും അടുപ്പാണ്. കാരണം ഞാൻ ഏരിയ സെക്രട്ടറി, പിണറായി ജില്ലാ സെക്രട്ടറിയാണ്. പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് തീരുമാനത്തിൽ ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവ് ഏതെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയൻ. ഒരു സംശയവും എനിക്കില്ല അതിൽ. പക്ഷേ ആ പിണറായി എന്നോട് പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നോട് ഒന്ന് ഇതിൽ മത്സരിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സ്ഥിതിയൊക്കെ ഞാൻ പിണറായിയോട് സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാവുന്നല്ലേ, നമുക്കത് പ്രശ്നം പരിഹരിക്കാം അല്ലെ എന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ മത്സരിക്കാൻ തയ്യാറാവില്ല. ഞാൻ പിന്മാറാമെന്ന് പറയുന്നത് അത് വ്യക്തിപരമായതുകൊണ്ടല്ലേ? അല്ല, വ്യക്തിപരമായിട്ടല്ല. അതായത് പാർട്ടി സഖാക്കളിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായാൽ അവരെ തിരുത്തിക്കുക എന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നേതൃത്വം നിർവഹിച്ചിട്ടില്ല. ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ട് ചിലപ്പോൾ ഞാൻ പിന്തിരേണ്ടി വരും. ഞാൻ ഒരുപാട് ആളെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത കനത്ത പരാജയം. പയ്യന്നൂർ പോലെ, തളിപ്പറമ്പ് പോലെ, തൃക്കരിപ്പൂര് എന്ന് പറയുന്ന സ്ഥലമടക്കം, ഈ പറഞ്ഞ രക്തസാക്ഷി വലിയ സ്മാരകങ്ങളുള്ള സ്ഥലമടക്കം പൊളിഞ്ഞ് കാട്ടിൽ കയറിയ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയത്തിന് ആരെ എന്നുള്ളതാണ് ചോദ്യം. അതിന് നേതൃത്വം വഹിച്ചത് MV ഗോവിന്ദനാണ്. ആ സർക്കാർ നേതൃത്വം വഹിച്ചത് പിണറായി വിജയനാണ്. ഈ രണ്ടുപേരും മാറാതെ എന്ത് തിരുത്താണ് മാഷെ? അത് ആ പാർട്ടി തീരുമാനിക്കേണ്ടത്. ആ പാർട്ടി തിരുത്തൽ വരുന്നുണ്ടെങ്കിൽ സാധാരണയായി ചെയ്യേണ്ടത് ഈ പരാജയത്തിന് ഉത്തരവാദിത്തമായ രാഷ്ട്രീയ നേതൃത്വത്തിൽ വരണം. പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത് ശരിയാണോ? ഞാനത് കരുതുന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടറിയോ? ഞാൻ കാണാതെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റാരാണ് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവ് ആരാണ്? അങ്ങനല്ലെന്നേ. 10 വർഷം ഭരിച്ചു, ജനം വിലയിരുത്തി അങ്ങേയറ്റത്തെ പ്രഹരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട CM ആണ് പിണറായി വിജയൻ. ആ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട അതേ ആള് തന്നെ പ്രതിപക്ഷത്ത് വരികയാണെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം? ഈ പ്രതിപക്ഷത്തിൽ ഇനി തോറ്റുപോയി എന്നുള്ളതുകൊണ്ട് ഇനി എക്കാലത്തും തോൽക്കണം എന്നായിരിക്കുമല്ലോ. അവർക്ക് ജയിച്ചു വരണം എന്നുണ്ടാവുമല്ലോ. അവർക്ക് പാർട്ടിയൊക്കെ അതിന് ഞാൻ വരുമ്പോ ഏത് നേതാവ്, അങ്ങനെ ഒരു നേതാവ് രണ്ടാമതിൽ ഉണ്ടാവാത്ത ഒരു ഉത്തരവാദിത്തം അങ്ങേക്കടക്കമുണ്ട്. അത് പിണറായിക്കുണ്ടാവും. ഇപ്പൊ KK ശൈലജ അവിടെ മത്സരം ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാളുണ്ടാവുമായിരുന്നല്ലോ. ഈ ചോദ്യം മാഷ് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ. ഉത്തരവാദി ആരാണ്? അതിലൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞു ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഒരു നേതാവിന്റെ, ഒരു പാർട്ടി ലീഡർ ഉത്തരവാദിത്തമാണ് യുവതലമുറ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്തം പലരും നിർവഹിച്ചിട്ടില്ല, പല മേഖലയിൽ നിർവഹിച്ചിട്ടില്ല. ഈ രാകേഷ് ഉണ്ടല്ലോ, ഇപ്പൊ വലിയ വെല്ലുവിളി നടത്തിയ രാകേഷ്. ഈ രാകേഷിന്റെ സ്വന്തം വീട് നിൽക്കുന്ന വാർഡുണ്ട്. ഞാൻ അനുജന്റെ ഭാര്യനെയാണ് ജനറൽ സീറ്റ് നിർത്തിന്. ആ വാർഡ് തോറ്റു. ആ പഞ്ചായത്ത് ഇന്നേ വരെ ഇല്ലാതെ മുണ്ടേരി പഞ്ചായത്തും തോറ്റു. ആരോടുള്ള വിരോധ? ഈ രാകേഷിനുള്ള വിരോധ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എടുക്കുന്ന നിലപാടുകളുണ്ട്. ഈ നിലപാടിൽ തിരിച്ചറിയാൻ സ്വയംവരമായി മനസ്സിലാക്കാൻ ഈ നേതൃത്വം തയ്യാറാവുന്നില്ല. അങ്ങനെ തോന്നാം. സത്യം പറയാലോ, ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ നിങ്ങൾ മത്സരിക്കരുത് അവിടെ. എനിക്കറിയാം പേരാവൂർ മത്സരിച്ച തൂക്കുന്നു. ഞാൻ ഇവിടെ ടീച്ചറെ ജയിപ്പിക്കണം എന്ന് ആഗ്രഹം പാർട്ടിക്കുണ്ടെങ്കിൽ ടീച്ചറെ മട്ടന്നൂർ തന്നെ നിർത്തിയാൽ പോരെ? ഇനി മട്ടന്നൂർ നിർത്തുന്നില്ല, പയ്യന്നൂർ നിർത്തി അടുത്ത പ്രശ്നം തീരില്ലേ, തളിപ്പുറം നിർത്തി അടുത്ത പ്രശ്നം തീരില്ലേ? അപ്പൊ അങ്ങനെ നിർത്തിയാൽ പോരായിരുന്നോ? അപ്പൊ ബോധപൂർവം ടീച്ചർ ജയിച്ചു വരാൻ പാടില്ല. ടീച്ചർ ജയിച്ചു വന്നാൽ
ഇവിടെ തലപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പരിഗണന കിട്ടൂല. ഇപ്പൊ കെ ശൈലജ തോൽവിക്ക് ശേഷം ഇതിനുശേഷം മാഷിനെ കണ്ടിരുന്നോ, സംസാരിച്ചിരുന്നോ ഏതെങ്കിലും? ഇല്ല, ഞങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ സൗഹൃദത്തിൽ വിളിച്ചിരുന്നു, അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പാർട്ടി വിരുദ്ധനായി വർഗവഞ്ചകനായി എന്നൊക്കെ പാർട്ടി പറയുമ്പം അത്ര ഒരാളെ വ്യക്തിപരമായ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങോട്ട് വന്ന് കാണാനൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഞങ്ങൾ പല നേതാക്കന്മാരെ സംസാരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ നേതാവിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. വി ഡി സതീശൻ നിർവഹിച്ച ആളാണ്. പിണറായി വിജയൻ അതിനുള്ള കരുത്തുണ്ട് എന്ന് ടി കെ ഒന്നും കരുതുന്നുണ്ടോ? ഞാൻ പിണറായി ഒരു കരുത്തനായ നേതാവ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ കരുതുന്നത്. എന്തുകൊണ്ടാണ് മാഷേ അത്? അത് ലീഡർഷിപ്പ് ക്വാളിറ്റി പിണറായിൽ നല്ല ലീഡർഷിപ്പ് ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, ഇവിടെ ഞാൻ പല സ്ഥലങ്ങളിൽ പോയിരുന്നു. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പേരില്ലാത്ത, അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളമില്ലാത്ത പിണറായി വിജയന്റെ മാത്രം ഫ്ലക്സ് ബോർഡുകൾ ഞാൻ കണ്ടു. പിണറായി വിജയൻ മാത്രം പ്രൊജക്ട് ചെയ്ത ഇലക്ഷൻ ആയിരുന്നു അത്. ആ ഇലക്ഷനിൽ അമ്പയെ പരാജയപ്പെട്ടിട്ട് പിന്നെയും പിണറായിയിൽ അദ്ദേഹം കരുത്തനാണ്, അദ്ദേഹത്തെ പാർട്ടി തിരിച്ചുകൊണ്ടുവരാൻ കരുത്തുണ്ട് എന്നത് എന്തിനടി ആ രീതി ശരിയല്ല എന്ന് പാർട്ടിയിൽ അഭിപ്രായമുണ്ട്. അതൊരു വ്യക്തിപൂജ പാർട്ടിയിൽ പാടില്ല. അത് പാടില്ല എന്നുള്ള അഭിപ്രായം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വ്യക്തിപൂജക്കെതിരാണ്. അത് ശരിയാണ്. അപ്പൊ ആ വ്യക്തിപൂജ, പക്ഷെ ആ വ്യക്തിപൂജയിൽ അത് പാർട്ടി തിരുത്തുക വേണ്ടത്. തിരുത്തുന്നതിന് പകരം പിണറായിയെ പൂർണ്ണമായി ഒഴിവാക്കി കൊണ്ടുപോകല്ല വേണ്ടത്, പാർട്ടി തിരുത്തുക വേണ്ടത്. വേറെ ആരും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ കാണുന്നത് ഞാൻ കാണുന്നത് ഉള്ള കാര്യം പറയാലോ. പിണറായിയുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, ഞാൻ കാണുന്നത് എനിക്ക് പാർട്ടി നേതാക്കന്മാരെല്ലാരെയും അറിയാം. പക്ഷേ ഒരു പ്രതിപക്ഷത്ത് ഇപ്പോൾ 100-102 സീറ്റുള്ള ഭരണപക്ഷമാണ്. അപ്പോൾ 102 സീറ്റുള്ള ഭരണപക്ഷത്തിനെ എതിർക്കാൻ പ്രാപ്തിയുള്ള, അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവും ആ കൂട്ടത്തിലുണ്ടെന്ന് കരുതുന്ന ആളല്ല ഞാൻ. നേരത്തെ ഞാൻ ആദ്യം മാഷിനെതിരെ വന്ന വധഭീഷണിയുടെ കാര്യം ചോദിച്ചായിരുന്നു. മാഷ് അതിൽ ഭയമില്ലെന്ന് പറഞ്ഞു. ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട സമയത്ത് അങ്ങ് പാർട്ടി ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അതെ, ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം CPM-ന് പറ്റിയ ഒരു രാഷ്ട്രീയ മഹാപരാധം എന്നങ്ങി പോലെ ഇരുന്നുണ്ടോ? അത് മഹാപരാധം എന്നല്ല, അത് ഒരു മാപ്പില്ലാതൊരു കുറ്റാണ്. അത് എന്താ കാരണം അറിയാം? സഖാവായിരുന്നു. ചന്ദ്രശേഖരൻ നമുക്ക് പരിചയമുള്ള ആളാണ്. ഇപ്പം രമിയും ഞാനും കാണുമ്പോൾ നമുക്ക് വളരെ വിഷമമുള്ളതാണ്. പക്ഷെ പാർട്ടി ചെയ്തത് അത് കൊടുക്രൂരതയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മാഷ് പാർട്ടിയിലുള്ളപ്പോൾ ഞാൻ അതിനെ ശക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ കാരണം അറിയോ, ഇതിൽ പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പാർട്ടി റിപ്പോർട്ട്. പാർട്ടിയിൽ പറയുന്നു. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്നെപ്പോലുള്ള ഞാൻ ശക്തമായിട്ട് ഈ നിലപാടിനെ എതിർത്തിട്ടുണ്ട്. ഇത് പാർട്ടിക്ക് വെച്ചിട്ടുള്ള ഡാമേജ്, പാർട്ടിയെ ഇനി നികത്താൻ പറ്റാത്ത ഡാമേജാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അന്ന് പാർട്ടി ഡിഫെൻഡ് ചെയ്യുന്നു മാഷു. അല്ല, ഡിഫെൻഡ് ചെയ്തിട്ട് നമ്മൾ പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചർച്ച ചെയ്യണം, ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തണം. പാർട്ടിക്ക് ആർക്കെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആ കണ്ടെത്തൽ നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. അല്ല പക്ഷെ അന്ന് നേരത്തെ ഞാൻ കാണിച്ച കെ സുധാകരനെതിരെ പ്രസംഗം പോലെ തന്നെ ആ സമയത്ത് പാർട്ടി ഡിഫെൻഡ് ചെയ്തതാണ്. ആർക്ക് വേണ്ടി? ഈ പറഞ്ഞ ടി പി ചന്ദ്രശേഖരൻ ആളുകൾക്ക് വേണ്ടി. കോടിയേരി പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ കോടിയേരി പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്താൽ പഴയ പാർട്ടിയല്ല, ഇപ്പോൾ നടക്കുന്ന ചർച്ചയെല്ലാം പത്രത്തിൽ നാളെ വരും. കേസ് നടന്നുകൊണ്ടിരിക്കുക, കോടതിയെ സ്വാധീനിച്ചേക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെ ചർച്ച ചെയ്യേണ്ട. കേസ് ഒരു ഘട്ടത്തിലെത്തിയാൽ നമുക്കത് ചർച്ച ചെയ്യാം. കുഞ്ഞനന്തൻ നിരപരാധിയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കുഞ്ഞനന്തനിലൊന്നും പങ്കെടുത്ത ഒരാളാണെന്ന് ഞാൻ കരുതില്ല. കുഞ്ഞനന്തനെ എനിക്കറിയാം, ഞാൻ പറയാം. കുഞ്ഞനന്തൻ തെറ്റുകാരനാണെന്ന് കോടതി കണ്ടെത്തി. അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു. അദ്ദേഹം പുറത്തേക്ക് വരുമ്പോഴും അനുഭവിക്കുമ്പോഴും അങ്ങടങ്ങുന്ന പാർട്ടി, ആ സമയത്ത് പാർട്ടി പറഞ്ഞത് കുഞ്ഞനന്തൻ കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത്. കോടതി കണ്ടെത്തിയ കുറ്റവാളികളെല്ലാം കുറ്റക്കാരാവണമെന്നില്ല. അല്ല മാഷെ, കോടതി നിരപരാധികളെ കോടതി ശിക്ഷിക്കാറുണ്ട്, അപരാധികളെ വെറുതെ വിടാറുമുണ്ട്. അതുകൊണ്ട് കോടതി ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ കുറ്റക്കാരനെ കണ്ടു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റക്കാരനാണെന്ന് ഞാൻ കഴിക്കാം. അങ്ങ് പറയുന്നത് നമ്മൾ പാർലമെന്ററി സംവിധാനം ജീവിക്കുന്നു പറയുന്നത് പോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട്. നമ്മൾ കോടതി ബഹുമാനിക്കുന്നവരാണ്. ആ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആൾ കുറ്റക്കാരനല്ല. പാർട്ടി അതിലെ അനുഭവങ്ങളാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കുഞ്ഞന്തനെ എനിക്ക് നേരിട്ട് അറിയുന്ന ഒരു കക്ഷിയാണ്. എന്നെക്കെല്ലാം വളരെ സ്നേഹമുള്ള, എന്നെയും വളരെ സ്നേഹിക്കുന്ന ഒരു കക്ഷിയാണ്. പാർട്ടിന്റെ ഡിഫൻസിൽ നല്ല പങ്ക് വഹിക്കുന്ന കക്ഷി തന്നെയാണ്. പക്ഷേ കുഞ്ഞന്തൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഏതെങ്കിലും പാർട്ടി ഏതെങ്കിലും രീതി കഴിഞ്ഞാൽ കുഞ്ഞന്തനോട് പറഞ്ഞാൽ കുഞ്ഞന്തൻ അതിനോടൊപ്പം ഒന്ന് പോകും. അതാ കുഞ്ഞന്തൻ്റെ രീതി. കുഞ്ഞന്തൻ ആ കൊലപാതകത്തിൽ നിന്ന് പോയ ആളല്ല കുഞ്ഞന്തൻ. പക്ഷെ അതിൽ പ്രതികൾ ആരെങ്കിലും വന്നിട്ടാകുമ്പോൾ ചിലപ്പോൾ കുഞ്ഞന്തൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു കൊലപാതകത്തിന് കുഞ്ഞന്തൻ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. ഞാനിപ്പോൾ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു സംഭവം നടന്ന് ഞാൻ കുഞ്ഞന്തനോട് വന്നത്, കുഞ്ഞന്തൻ ഇങ്ങനെ സംഭവിച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ തരണം. ചിലപ്പോൾ കുഞ്ഞന്തൻ എന്ത് ചെയ്യും, അവരെ താമസിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു തരും. അതൊരു പാർട്ടി ബോധം കൊണ്ട് ചെയ്യുന്നതാണ്. അത് ചെയ്തു സഖാവിനെ കൊല്ലുക, അല്ല അത് ശരി, സഖാവിനെ കൊല്ലാന്നല്ല, അത് ശരി തന്നെ. പക്ഷേ അതിലങ്ങനെ സംഭവിച്ച ഒരാൾ ആവണമെന്നില്ല. അത് കൊന്നുകൂടാ. അതല്ല, ചില സാറിൽ അങ്ങനെ സംഭവിച്ചെന്ന് വരും. ഉദാഹരണം, ഇപ്പോൾ RSS സംഘടന ഉണ്ടായി. ആ സംഘടന ഉണ്ടായപ്പോൾ
ഡിഫൻഡിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറുക്കേണ്ടി ആ ചെറുത്തുനിൽപ്പിൽ അവരും മരിച്ചിട്ടുണ്ടാവും. ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മാഷെ, ഞാൻ അങ്ങനെ സംഘർഷത്തിൽ വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകളൊക്കെ സഹായിക്കുന്ന കാര്യത്തിൽ കുഞ്ഞന്തൻ നല്ല പങ്ക് വഹിക്കും. ആ ഒരു പങ്കല്ലാതെ കുഞ്ഞന്തനിൽ ഇല്ലെന്നാണ് പറഞ്ഞത്. മാഷെ, ടി പി ചന്ദ്രശേഖരൻ മാത്രമല്ല, ഇപ്പം മാഷിന് ഇപ്പോൾ ഒരുപാട് ലീഗ് കേന്ദ്രങ്ങളിലൊക്കെ വലിയ പിന്തുണ നൽകുന്ന ഫോട്ടോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അന്ന് പട്ടുവത്തെ ഷുക്കൂർ കൊല്ലപ്പെടുമ്പോ, കെ വി കുഞ്ഞു കൊല്ലപ്പെടുമ്പോ ഒക്കെ മാഷ് ഈ പി ജയരാജനൊക്കെ തോളോട് തോൾ ചേർന്ന് ഡിഫെൻഡ് ചെയ്ത ആളാണ് മാഷ്. ആണ് ഞാൻ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും ഭിന്നമായിരുന്നില്ല ടി കെ ഗോവിന്ദന്റെ രാഷ്ട്രീയം. ഇല്ല, കൊലപാതക രാഷ്ട്രീയത്തിൽ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന് പിന്നീട് അറുതി വന്നിട്ടുണ്ട്. ആ അറുതി വന്നത് തന്നെ പാർട്ടിയിൽ നടന്ന ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അതേവസരം പാർട്ടിയിൽ നിൽക്കുമ്പോൾ അത്തരം സംഭവത്തിന് ന്യായീകരിക്കേണ്ടി വരും. അതാണ് പാർട്ടി. ഇല്ലേ പിന്നെ പാർട്ടി എന്താ? പാർട്ടിയിൽ നിൽക്കുമ്പം ചിലപ്പോ തെറ്റാണ് എങ്കിൽ പോലും പാർട്ടിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോ അതിനെ ന്യായീകരിക്കേണ്ടി വരും. അരിയിൽ ഷുക്കൂറിന്റെ വാദത്തെ ന്യായീകരിച്ച ഒരാളെ സ്വീകരിക്കാൻ ലീഗിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് ഹൃദയവിശാലത. അരിയിൽ ഷുക്കൂറിന്റെ ഭാഗത്തൊന്നും നമ്മൾ ആരും ന്യായീകരിച്ചിട്ടില്ല, പാർട്ടി ന്യായീകരിച്ചിട്ടില്ല. ഡിഫെൻഡ് ചെയ്തു. ഡിഫെൻഡ് ചെയ്യൽ എങ്ങനെയാ? അതിൽ പെട്ട ആൾ ഇപ്പൊ MP കുഞ്ഞമാഷ് മോനായാലും പ്രതിയാ, പിന്നെ മോനെ കൊല്ലാൻ പോയി എന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? അപ്പോൾ രാഷ്ട്രീയമായി പ്രതികളെ സൃഷ്ടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി നോക്കൂല. മാഷിന്റെ ഉള്ളിൽ എന്താണ് വൺസ് ആൻ SFI ഓൾവേസ് ആൻ SFI എന്ന് പറഞ്ഞാൽ മാഷിന്റെ ഉള്ളിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് മാഷ്. ഇപ്പോ CP ജോൺ ഉണ്ട്, കുഞ്ഞികൃഷ്ണനുണ്ട്, KK രമയുണ്ട്, TK ഗോവിന്ദനുണ്ട്. ഒരു പ്രത്യേക കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിനെ പറ്റി ആലോചനയുണ്ടോ? ഞങ്ങൾ ഈ നിയമസഭയിലെ ചർച്ചയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കാറുണ്ട്. എങ്ങനെ ആലോചിക്കുക? ഒരു ബ്ലോക്കായിട്ടിരിക്കും. സമയം നമുക്ക് ഒരാൾക്ക് 2 മിനിറ്റാണ് കിട്ടുക, 1 മിനിറ്റ് 2 മിനിറ്റ് കിട്ടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 4 ആൾ കൂടി ആലോചിച്ചിട്ട് ഇന്ന് ഞാൻ സംസാരിക്കാം, നാളെ നിങ്ങൾ സംസാരിക്കാം, ഇങ്ങനെ ഓരോ സമയത്തിന് നമ്മൾ അങ്ങനെ ഒരു യോജിപ്പല്ലാതെ അതിൽ കവിഞ്ഞൊരു ബ്ലോക്കായിട്ട് നമ്മൾ മാറി. ആലോചന ഉണ്ടോ? അങ്ങനെ ആലോചിച്ചില്ല. അത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നോക്കിയിട്ട് അത്ര തീരുമാനം എടുക്കാൻ കഴിയും. ഇപ്പൊ അങ്ങനെ ആലോചിപ്പോ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. വാദങ്ങൾ പൂർത്തിയാവുന്നു. ഇനി മറുവാദങ്ങളുടെ സമയം. എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ, പുരോഗമന കലാസാഹിത്യ സംഘം നേതാവ് ശ്രീ രാധാകൃഷ്ണൻ പട്ടാനൂർ. വെൽക്കം ശ്രീ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ പട്ടാനൂർ മാഷെ വളരെ അടുത്ത് അറിയാവുന്ന ആളാണ്, അടുത്ത നാട്ടുകാരാണ്, മാഷ പാർട്ടി ക്ലാസ്സിൽ ഇതിനുള്ള ആളാണ്. എന്തു പറഞ്ഞാലും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന് പാർട്ടി തന്നെ സംബന്ധിച്ച് കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ഇനി ടി കെ ഗോവിന്ദൻ വിമർശനത്തിന് അടിസ്ഥാനമുണ്ടോ? അല്ല, വിമർശനം എന്ന് പറഞ്ഞാൽ പാർട്ടിയിലുടനീളം നടക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ടി കെ ഗോവിന്ദനെ സഖാവ് എന്ന് തന്നെ ഇപ്പോഴും വിളിക്കുമല്ലോ. എന്താണ് സഖാവിനോട് ചോദിക്കാനുള്ളത്? ചോദിക്കാനുള്ളത്, പാർട്ടി മാഷോട് നീതി പുലർത്തിയില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. അതെ, നീതി കാണിച്ചില്ല എന്ന്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഇന്ന് നിലവിലുള്ള പാർട്ടി നേതൃത്വത്തിലെ മൊത്തം നിര പരിശോധിച്ചാൽ മാഷക്ക് കിട്ടിയ പോലെ സൗജന്യം മാഷക്ക് മാത്രമല്ല മാഷ കുടുംബത്തിനും കിട്ടിയൊരു പരിഗണന ഒരാളും കിട്ടിയില്ല. പക്ഷെ MLA ആയിട്ടില്ല. MLA ആവാത്ത എത്രയോ പേരല്ലേ? മാഷക്കാളും ത്യാഗം സഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ആൾ സ്വന്തം നാട്ടിൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ഏകദേശം 1.5 വർഷം മുമ്പ് മാത്രമാണ് റിസൈൻ ചെയ്തത്. ഫുൾ ടൈം പ്രവർത്തകനല്ല. അപ്പോൾ അധ്യാപകൻ എന്ന ആൾക്ക് ശമ്പളം പറ്റിക്കൊണ്ടാണ് ഇത്രയും കാലം പ്രവർത്തിച്ച്, ഈ പറഞ്ഞ സർവീസ് കാലയളവിൽ പ്രവർത്തിച്ച്. ആ കാലയളവിൽ കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പരിഗണനയും മാഷ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലം സാധാരണ ടൗൺ പോലെയല്ല, മലകൾ നിറഞ്ഞ സ്ഥലമാണ്. അവിടെ കയറി ഇറങ്ങിയും രാഷ്ട്രീയ പ്രവർത്തനത്തെ വില കുറച്ച് കാണേണ്ടതുണ്ടോ? ഇല്ലല്ല, രാഷ്ട്രീയ പ്രവർത്തനം ആര് വില കുറച്ച് കാണുന്നു? പക്ഷേ ഈ അവസാന നിമിഷം ഇങ്ങനെ ഒരു ചതി കാണിക്കേണ്ടിയിരുന്നില്ല. അപ്പം ചതിയായിരുന്നു അത്? ചതി തന്നെയാണ്. ഇപ്പം നമ്മൾ ചില പത്രത്തെല്ലാം വായിക്കുന്നില്ലേ, ഭർത്താവിനോടും മക്കളോടൊപ്പം ഉറങ്ങിയ യുവതി മറ്റു പുരുഷൻ്റെ കൂടെ ഒളിച്ചോടി പോയി. തിരിച്ചു സംഭവിക്കുന്നുണ്ട്. ഭാര്യ മക്കളുള്ള ബാബ് അയൽക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയി. അങ്ങനെ ഒരു അർത്ഥരഹിതമായ ഒരു ഒളിച്ചോട്ടം, ഒരു പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടുള്ള ഒരു ഒളിച്ചോട്ടാണ്. എന്താണ് പ്രലോഭനം എന്ന് വെച്ചാൽ പദവി. ഇപ്പോൾ പാർട്ടിയിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് 2 തരത്തിലുള്ള പ്രവർത്തനമുണ്ട്. ഒന്ന് സമർപ്പണമായ ഡെഡിക്കേറ്റഡ് സോഷ്യൽ വർക്ക്, സമർപ്പിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം. മറ്റൊന്ന് കരിയറിസ്റ്റാണ്. മാഷ് കരിയറിസ്റ്റാണെന്ന് എൻ്റെ ഒരു വിലയിരുത്തൽ. പാർലമെന്ററി സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ പാർലമെന്ററി ആഗ്രഹം വരുന്ന ഒരു പിഴവാണോ ശ്രീരാധ? ഇല്ലില്ല, തെറ്റൊന്നുമില്ല. അത് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതെ, പക്ഷേ അത് പാർട്ടിയാണ് നിശ്ചയിക്കുക ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കണം എന്നുള്ളത്. പാർട്ടിയിൽ എത്രയോ ഉന്നത സ്ഥാനത്ത് എത്തിയ ആൾക്കാർ ഒരു പദവിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പം അങ്ങയുടെ നേതൃനിരയിലുള്ള നേതാക്കളെക്കാൾ വെച്ച് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും അത്രയധികം സൗജന്യങ്ങൾ തന്ന പാർട്ടിയാണ് എന്നുള്ളതാണ് അങ്ങയുടെ ഏറ്റവും അടുത്ത ആൾ കൂടി രാധാകൃഷ്ണൻ പറയുന്നത്. രാധാകൃഷ്ണൻ പറഞ്ഞത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഞാൻ 1.5 വർഷം മുമ്പല്ല രാജിവെച്ചു. ഞാൻ ചടയൻ ഗോവിന്ദൻ
ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ ശ്രീകണ്ഠാപുരത്തിൻ്റെ ഏരിയ 80-ൽ ഏരിയ സെക്രട്ടറി ആയിട്ട് വരുന്നത്. അന്ന് ഞാൻ സ്കൂൾ ലീവ് എടുക്കാൻ, ലോസ് ഓഫ് ലീവ് എടുക്കാതിന് നിരവധി വർഷം ലോസ് ഓഫ് ലീവ് എടുത്തിട്ടാണ് ഞാൻ ഫുൾ ടൈം പ്രവർത്തനം നടത്തിയത്. പിന്നീട് ഒരു ഘട്ടത്തിലാണ് ഞാൻ അധ്യാപക ജോലി ചെയ്തുകൊണ്ട്, അതായത് പാർട്ടി പ്രവർത്തനം നടത്താൻ വന്നിട്ടുള്ളത്. അത് സാമ്പത്തികമായി പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയൊക്കെ നേരിടുമ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്താമെന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ അവിടെയുള്ള പാർട്ടിക്കാരെടുത്തു. അത് പക്ഷേ പാർട്ടി ജില്ലാ കമ്മിറ്റി അത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല, അത് ശരിയല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് കുറച്ചു കാലം ഞാൻ സ്കൂളിൽ പോയത്. അപ്പോഴും ഞാൻ ലീവ് എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. കുറച്ച് പോയാൽ ഒരു മാസം, ഒരാഴ്ച പോയാൽ 2 ആഴ്ച ലീവായിരിക്കും. അതിൽ ഒരു കാര്യം പെൻഷൻ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് റിസൈൻ. ഒറ്റ കാര്യം പറയാം. 2006-ലാണ് ഞാൻ റിട്ടയർ ചെയ്യേണ്ടത്. ഞാൻ 2000-ൽ റിട്ടയർ ചെയ്തു. അതുമൂലം എനിക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക കഷ്ടം വലുതാണ്. ഞാൻ അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ പി ഏരായൻ പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു, മാഷെ ഇങ്ങനെ ലീവ് എടുത്ത് പോയിട്ടുണ്ടാ വേണ്ട, ഒഴിവായി കളാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒഴിവായത്. ആ ഒഴിവായതിന്റെ കാരണത്തിൽ ഇന്ന് പെൻഷൻ ഇനത്തിൽ തന്നെ എനിക്ക് വലിയ നഷ്ടമുണ്ട്. മാത്രമല്ല ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ആളാണ്. സാമ്പത്തികമായിട്ട് എനിക്ക് ഭൂമിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഇടത്തരം കുടുംബക്കാരനാണ്. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാം വന്ന് പരിശോധിക്കാം, ഓപ്പൺ ആണ് എൻ്റെ ഇടപാട്. ഒരു 5 പൈസ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഒരു 5 പൈസ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. എനിക്ക് പരമ്പരയായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്ത് വിറ്റിട്ട് നഷ്ടപ്പെടുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മാലപ്പട്ടക്കാർക്കെല്ലാം അറിയാം. അല്ല, പക്ഷെ എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ പറയുന്നത് ഭർത്താവിനൊപ്പം കിടന്നുറങ്ങിയ ഭാര്യ രാവിലെ ആയപ്പോൾ വേറൊരാളുടെ ഒളിച്ചോടി പോയി എന്ന മട്ടിലാണ് രാധാകൃഷ്ണൻ കാണുന്നത്. അതല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ചിലപ്പോൾ ഭാര്യ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ഭർത്താവിന്റെ അടുത്ത് നിന്ന് വലിയ പീഡനമൊക്കെ സഹിക്കാൻ കഴിയാണ്ട് കിട്ടുമ്പോൾ ഭാര്യ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരന് സൗന്ദര്യം കൂടുതലാണ് എന്ന് കരുതി പോകുന്നത് പ്രലോഭനമാണ്. അങ്ങനെയുള്ളതല്ല, സഹിക്കാൻ കഴിയില്ല. അപ്പോ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോയിട്ട് ഉപേക്ഷിച്ച് പോയിട്ട് ആത്മഹത്യ ചെയ്ത സ്ത്രീകളില്ല. ഉപേക്ഷിച്ച് മറ്റൊരാളെ കൂടെ ഒളിച്ചോട്ട് പോയതാണ് പ്രശ്നം. ഇല്ല, ഒളിച്ചോട്ട് പോക്കില്ല. എന്താ അറിയാം, നമ്മൾക്ക് വരുന്ന ഈ ഇതിന്റെ അവഗണനയിൽ വരുമ്പം സ്വാഭാവികമായിട്ടും നീതി ലഭിക്കുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എതിരായ നിലപാട് നമ്മൾ സ്വീകരിച്ചു വരും. അതും ഈ കാലഘട്ടത്തിൽ ഇന്നേവരെ ഞാൻ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഇപ്പോൾ രാധാകൃഷ്ണനല്ലേ നിങ്ങൾ പരിശോധിച്ചോ, എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു അഴിമതി ആരോപണം ഈ പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. പാടില്ലല്ലോ, ഒരു CPM നേതാവിന്റെ പേര് അങ്ങനെ ചർച്ച ചെയ്തവരിൽ ഈ പാർട്ടിയിലുണ്ട് ഇന്നേ വരെ. പിണറായി വിജയന്റെ മകൾക്ക് വഴി വന്നിട്ട് കേൾക്ക്, ഇന്നേ വരെ മറ്റു പല ആരോപണങ്ങളും ഈ പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ആരോപണങ്ങളും. പിണറായി വിജയനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ആൾ ഇപ്പൊ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ഷൊർണൂറുള്ള മുരളി. ആരായിരുന്നു? പാർട്ടി പോയ ആളല്ലേ. എന്തെല്ലാം ആക്ഷേപം വന്നിരുന്നു എന്നെ പറ്റി. ഈ പാർട്ടിയിൽ ഈ 60 വർഷത്തെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ചിലോ ലോക്കലിലോ ജില്ലയിലോ എവിടെയെങ്കിലും എന്നെ കുറിച്ച് ഒരു ചർച്ച ചെയ്തതായിട്ട് പാർട്ടിയിൽ ഞാൻ പറഞ്ഞത് അത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനെയും ബേസിക്, എല്ലാ രാഷ്ട്രീയക്കാരനെയും ബേസിക് ക്വാളിറ്റി ആണെന്ന് പറയുമ്പോൾ പോലും ആ ക്വാളിറ്റികൾ നഷ്ടപ്പെട്ട കാലത്ത് മാഷ് നിരവധി ആളുകൾ തന്നെ നയാ പൈസയുടെ അഴിമതി ആ ക്വാളിറ്റി ഇല്ലാതെ നിരവധി ആളുകൾ ഈ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ട്. ഉണ്ടാവാം. ഞാനൊരു കാര്യം പറയുന്നത്, MV എന്ന മാഷ് അധ്യാപകനായിരുന്നു. അദ്ദേഹം നേരത്തെ റിസൈൻ ചെയ്തു. എം പ്രകാശ് മാഷ് ദീർഘകാലം സഹപ്രവർത്തകനാണ്. എം പ്രകാശ് മാഷ് അദ്ദേഹം രാജിവെച്ചു. അങ്ങനെ മാഷക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞവരാണ് ഇവരൊക്കെ. അപ്പൊ അങ്ങനെ ത്യാഗം, അതായത് ഒരു ത്യാഗമാണെങ്കിൽ അങ്ങനെ ത്യാഗം സഹിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരുണ്ട്. അവർക്കൊന്നും മാഷ കിട്ടിയ അത്ര പരിഗണന കിട്ടിയില്ല, കുടുംബത്തിന് കിട്ടി. അവർ 2 തവണ MLA ആയിട്ടാണ് രാജിവെക്കുന്നത്. 3-ാം തവണ MLA അതിന് മുമ്പാണ് MLA ആയത്. 2 തവണ MLA ആയി. ഗോവിന്ദമാൾ 2 തവണ MLA ആയി. പിന്നീടാണ്. പിന്നെ മാഷ് പറഞ്ഞ ആനുകൂല്യം കിട്ടിയ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരെല്ലാം മുഴുവൻ സമയ പ്രവർത്തകരാണ്. മാഷ് സാധാരണ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. അപ്പൊ പരിയാരം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ഹൈ പ്രൊഫൈൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ചെയർമാൻ പദവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാഷ വിശ്വാസം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പാർട്ടി കൊടുത്താണ്. ഹാൻഡ് വീവിന്റെ ചെയർമാൻ എനിക്ക് പറയാനുണ്ട്. മാഷ സഹോദരൻ മലപ്പട്ടം ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. മാഷ നേരത്തെ പറഞ്ഞ ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. മരുമക്കള് സഹോദരിയുടെ മകള് അവര് ബാങ്കിന്റെ ജീവനക്കാരിയാണ്. ബാങ്ക് ജീവനക്കാർ സാധാരണഗതിയിൽ റിസൈൻ ചെയ്ത് അങ്ങനെ പിന്നെ പൊതുസ്ഥാനത്ത് എനിക്ക് കിട്ടിയെന്ന് പറയുന്ന പദവി ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റാണ്. 87-ലാണ്. അന്ന് 250 റുപ്യ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ശമ്പളമുള്ള മാസം അലവൻസ് എന്ന് പറയുന്നത്. ഇല്ല, ശമ്പളം ഇല്ലാണ്ട് ഞാൻ ശമ്പളം ഉപയോഗിച്ചിട്ട് 250 റുപ്യ വാങ്ങിയിട്ട് അലവൻസ് വാങ്ങിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയവനാ. 250 റുപ്യ അലവൻസ് ആണ്. 250 റുപ്യ വാഹനമില്ല, സൗകര്യം ഒന്നും ഇല്ലാത്തതാണ്. അതൊന്നും പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറത്ത് എത്ര ആൾ പ്രസിഡന്റ് ആയിട്ടുണ്ട്?
ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ പോലും അല്ലാത്ത ആൾ മലപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട്. മാഷെ ഉണ്ട്. പക്ഷേ അപ്പോ ഞാൻ ഈ മാഷിനകത്ത് കാര്യങ്ങൾ ഇത്രയധികം നടക്കുമ്പോൾ പദവികളുടെ നീണ്ട നിര കിട്ടാത്ത നൂറുകണക്കിന് സഖാക്കൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുകയല്ലേ, കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുകയല്ലേ? കിട്ടിയ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട്. കിട്ടാത്തതിനേക്കാൾ കൂടുതൽ കിട്ടാത്തവരല്ലേ മാഷെ? മാഷ് പരിഗണിച്ചിട്ടില്ല, പാർട്ടി പരിഗണിച്ചില്ല, പാർട്ടി നീതി പുലർത്തിയില്ല എന്ന് പറഞ്ഞതിന് മറുപടി ഞാൻ പറഞ്ഞു. ഇല്ല, പാർട്ടി പരിഗണിച്ചിട്ടില്ല എന്ന് ഞാൻ എൻ്റെ പാർട്ടി പരിഗണന കൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജ് എന്നെ പറഞ്ഞല്ലോ. പരിയാരം മെഡിക്കൽ കോളേജ് എന്തുകൊണ്ടാണ് എൻ്റെ ഇതിൽ വന്നത് രാധാകൃഷ്ണൻ അറിയണോ? പരിയാരം മെഡിക്കൽ എങ്ങനെയാണ് CPM-ന്റെ കയ്യിലേക്ക് വന്നത് രാധാകൃഷ്ണൻ അറിയില്ലേ? പരിയാരം മെഡിക്കൽ കോളേജ് മെമ്പർഷിപ്പ് ഇല്ല CPM-ന്. ഞാൻ എങ്ങനെയാ വന്നറിയോ? ഞാൻ അന്നൊരു ബാങ്കിന്റെ പ്രസിഡന്റ്, അതിൻ്റെ ഒരു പ്രതിനിധിയായി വന്നുകൊണ്ട് വേറെ ആരും ഇല്ല അതിൽ പ്രസിഡന്റ് ആവാൻ. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ എന്നെ ഇതിൽ പരിഗണിക്കില്ല. മാഷ് ഗ്രൗണ്ടിലെ പൾസ് അറിയാവുന്ന ആളാണ്. തളിപ്പറമ്പ് എന്ന് പറയുന്നത് പാർട്ടിയുടെ ഷുവർ സീറ്റായി പറഞ്ഞത് 74 സീറ്റിൽ പെട്ടിരുന്നതല്ല. SIR വോട്ട് ചേർത്ത കാര്യം അറിയാം. മാഷ് ഈ പറഞ്ഞ ഗ്രൗണ്ട് മനസ്സിലാക്കി നേരത്തെ അതിനുവേണ്ടി കളിച്ചു എന്ന് രാധാകൃഷ്ണ അഭിപ്രായമുണ്ടോ? ഞാൻ കരുതുന്നു തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുക എന്താണ് എൻ്റെ അയ്യോ മാഷ സ്വാഭാവികമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ദീർഘകാലം. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അതാണ് പാർലമെന്ററി വ്യാമോഹം. അങ്ങനെയാണെങ്കിൽ MP ഗോവിന്ദന് പാർലമെന്ററി വ്യാമോഹമില്ലേ? പിണറായി വിജയൻ പാർലമെന്ററി വ്യാമോഹമില്ലേ? ഉണ്ടാവും. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. മാഷ സ്ഥാനാർത്ഥി ആക്കാത്തത് കൊണ്ടാണ് റിബലായിട്ട് മത്സരിച്ച് അവര് UDF ആയിട്ട് ചർച്ച നടത്തി. രാധാകൃഷ്ണൻ എല്ലാം പാർട്ടിയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ പിന്നീട് രാധാകൃഷ്ണൻ പാർട്ടിക്കെതിരായി ചെയ്തതിന്റെ 100-ലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് കേട്ടോ. ഇപ്പോഴും ഞാൻ ചെയ്തില്ല. രാധാകൃഷ്ണൻ ചെയ്ത പോലെ പാർട്ടിക്കെതിരായിട്ട് ദേശാമാലിൽ നിന്ന് വളർന്ന് ആ അഡ്രസ്സും വാങ്ങി എന്നിട്ട് മാതൃഭൂമിയിൽ പോയിട്ട് ജോലിയും ചെയ്ത് പാർട്ടിക്കെതിരായിട്ട് എഴുതാനും പിന്നെ പാർട്ടികളുടെ വിഭാഗത്തിന് ഒപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ തകർക്കാൻ ദേശാമാലിക്കെതിരായിട്ടും പാർട്ടിക്കെതിരായിട്ടും എഴുതുന്ന രീതിയിലൊന്നും ഞാൻ ഒരു വാക്കും പാർട്ടിക്കെതിരായിട്ട് ചെയ്തില്ല. എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചില വാർത്ത കൊടുക്കുന്നല്ലാണ്ട് പാർട്ടിക്കെതിരായിട്ട്. എന്നിട്ട് പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും പുറത്താക്കി അല്ല, ദേശാമിന് രാജിവെച്ച സ്വാഭാവികമായിട്ട് പുറത്താക്കും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ദേശാമാലിൽ നിൽക്കുകയും പാർട്ടി ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അകത്തെ വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് മാതൃഭൂമി പത്രത്തിൽ നിന്നും പാർട്ടിയെ തകർക്കാൻ നോക്കി എന്നാണ്. അങ്ങനെ തകർക്കാൻ പറ്റുമോ? അത് പ്രൊഫഷണൽ അല്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് കിട്ടുന്ന അത് പിന്നെ ചില വിവരങ്ങൾ കിട്ടിയാൽ എന്റെ ഒരു പ്രൊഫഷണലിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വാർത്ത ജോലിയല്ലേ? അതെങ്ങനെ അത് ജോലി? അതൊരു പാർട്ടി മെമ്പർ ചെയ്യാൻ പറ്റില്ല. അല്ല ആവണ്ട. അപ്പൊ പാർട്ടി അല്ല. ഒരു പാർട്ടിക്കകത്തെ ഒരു വിവരം കിട്ടുക എന്നുള്ള ഒരു മാധ്യമപ്രവർത്തന്റെ കഴിവാണ്. അല്ല, അതൊരു പാർട്ടി അനുഭാവിയായി ദേശാഭിമാനിയിൽ നിന്ന് വളർന്നു വന്ന് ഒറ്റ പോയിട്ട് പാർട്ടി അനുഭാവികളെ പാർട്ടിയെ തകർക്കുന്നതിന് നിന്നൂടാ. ടി കെ ഗോവിന്ദൻ അങ്ങ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് പാർട്ടിക്കെതിരെ മത്സരിച്ച് ജയിച്ച് സാമാജികനായിട്ട് രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടോ? അവകാശം. അതിൽ ഞാനൊരു കാര്യമുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, CPM-നെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതെ അകലെ താർക്കണം ദുർബലപ്പെടുത്തണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, നിങ്ങൾ എന്നോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്ത് നിങ്ങൾ കൂടെ ആൾ ഇറങ്ങി വരാൻ. ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. എന്റെ കൂടെ എനിക്ക് വോട്ട് ചെയ്തവരെ സംഘടിപ്പിച്ച് കൺവെൻഷൻ നടത്തി പാർട്ടിക്കെതിരായി തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാർട്ടി നിലനിൽക്കണം എന്റെ ആഗ്രഹം. മാഷിന്റെ PS പോലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. ഒരു പാർട്ടി മാഷിന്റെ കൂടെ ഉള്ള ഒരു പാർട്ടിക്കാരൻ ആ പദവി കൊടുക്കാൻ ഒരാൾ മാഷ്ക്കില്ല കൂടെ. എന്റെ PS പാർട്ടി മെമ്പറാണ്. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ PA എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അതെ, ആ മണ്ഡലത്തിലുള്ള ആളല്ല. പക്ഷെ ഞാനുമായിട്ടുള്ള കുടുംബ ബന്ധവും കാര്യങ്ങളും വെച്ച് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ എന്റെ കൂടെ തന്നെ ജയൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജയനെ ഞാൻ കൂടുതൽ കൊണ്ടുപോയി. എന്റെ ഡ്രൈവർ പാർട്ടി മെമ്പറാണ്. മാഷ് വിളിച്ചിൽ ഇറങ്ങി വരാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ മാഷ് തയ്യാറല്ല പാർട്ടി തകർക്കാൻ. അതിനോട് ചോദിക്കുന്നുണ്ടോ? അല്ല, മാഷ കൂടെ അങ്ങനെ ആള് ഒഴിവ് വരും ഞാൻ കരുതുന്നില്ല. മാഷ കൺവെൻഷൻ വിളിച്ചൊരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ കഴിയുമോ? പക്ഷേ അത് ഞാൻ ആ പരീക്ഷണത്തിൽ നിൽക്കുന്നില്ല. പരീക്ഷണം ആവൂല. എന്നോട് ഇപ്പൊ പലരും പറയുന്നുണ്ട്, മാഷ നമ്മളെന്താ വേണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം പാർട്ടിയിൽ നിൽക്കുക, നിങ്ങൾ പാർട്ടി വിട്ട് വരണ്ട, നിങ്ങളെല്ലാം പാർട്ടിയിൽ നിൽക്കുമെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അത് MV രാഘവൻ പാർട്ടി വിട്ട് ഏറ്റവും പ്രബലനായ MV രാഘവൻ പാർട്ടി വിട്ട് പോയിട്ട് പിന്നെ മുഴുവൻ സീറ്റിലും കെട്ടിവെച്ച കാശ് CMPക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ പറ്റില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. 5 ആളെ പോലും എന്റെ കൂടെ നിർത്തിയിട്ട് പാർട്ടിക്കെതിരെ തിരിച്ചു വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വാദങ്ങൾ പൂർത്തിയാവുകയാണ്, മറുവാദങ്ങൾ പൂർത്തിയാവുന്നു. ഇനിയും ന്യായവിധിയുടെ സമയം. സർ പ്ലീസ്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ 2 മണ്ഡലങ്ങളാണ് മലബാർ മേഖലയിലുള്ള തളിപ്പറമ്പും പയ്യന്നൂരും. ഇപ്പുറത്ത് ആലപ്പുഴയിൽ G. സുധാകരൻ മത്സരിച്ചതും ഈ 3 പേരും ഈ പറയുന്നത് പോലെ തന്നെ പാർട്ടിയിൽ നിന്ന് കലഹിച്ചിറങ്ങിയിട്ട് UDF സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ചു. ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പിന്നെ വിഭജിച്ച് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയായിരിക്കും പിന്നീട് മുഖ്യ ശത്രു എന്നുള്ള ഒരു നിലപാട് അത് മാറ്റിയിട്ട് ഈ പറഞ്ഞ പോലെ വർഗവഞ്ചകൻ്റെ അല്ലെങ്കിൽ കുലംകുത്തി എന്നൊക്കെയുള്ള ഒരു ആ വിശേഷണങ്ങളും ആ സമീപനങ്ങളും മാറ്റിയിട്ട് യാഥാർത്ഥ്യബോധത്തോടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തളിപ്പറമ്പിലിൻ്റെ ഇഷ്യൂവിൽ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചുപോയി, തെറ്റായി പോയി എന്ന് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു വിശാല കാഴ്ചപ്പാട് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ ജനകീയ സെക്യുലറിസ്റ്റ്
കാഴ്ചപ്പാടുള്ള ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPIM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അനിവാര്യത, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ശക്തമായി നിലനിൽക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത, ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട്. ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളിൽ ഇടതുപക്ഷം കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഉയരുകയും വേണ്ടേ എന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സഹയാത്രികരാണെങ്കിലും അതുപോലെ അനുഭാവികളാണെങ്കിലും ഒക്കെ തന്നെ പങ്കിടുന്ന ഒരാശങ്കയുണ്ടല്ലോ. ആ ആശങ്ക അസ്ഥാനത്താവരുത് എന്ന ഒരു നോട്ടിൽ നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നും. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. ജനാധിപത്യത്തിൽ അധികാരം പ്രധാനമാകുമ്പോൾ, അധികാരത്തിന് വേണ്ടി പോരാട്ടങ്ങൾ നടക്കുമ്പോൾ, പാർലമെന്ററി വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ പാർലമെന്ററി വ്യാമോഹം എന്ന വാക്ക് ഒരു ക്ലീഷയാണ്, ഒരു ജാർഗണാണ്, ഒരു തെറ്റായ പ്രയോഗമാണ്. ജനകീയോടതി പ്രസിഡന്റ് ബൈ സിസോ ഹെയർ കളർ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.